ഹിയർ ഗോസ് ദ നായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള വേർഡ്സ് എല്ലാം അതിനകത്ത് നമ്മുടെ കോൺവെർസേഷൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി. അപ്പൊ അവർക്ക് ആ ഒരു അൺഫെമിലിയാരിറ്റി തോന്നില്ലല്ലോ ചില വേർഡ്സ്. പിന്നെ കോമഡി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡാ പൊണ്ണാ, എരപ്പുമ്മ, എടപ്പൊണ്ണ, എരപ്പുന്ന, എരപ്പുന്ന. നാട്ടുകാര് ഇവിടുന്ന് വാഗമൺ വരെയുള്ള ബൈ റോഡ് ജേർണി തന്നെ നമ്മൾ ഭയങ്കര ജെല്ലായിപ്പോയി. ഒന്നിച്ച് കേരള ഭക്ഷണം കഴിക്കുന്നു. കേരളത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഓൺ ദ വേ ഫുൾ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവാണല്ലോ. അപ്പൊ അവിടുന്ന് നമ്മള് ഫ്രണ്ട്ലി ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റായിരുന്നു. നമ്മൾ ആക്ച്വലി അത് കള്ളന്മാരും പന്നികളും എന്നാണ്. പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രസകരം. അത് കേൾക്കുമ്പോൾ ആ സമയത്ത് അവരിത് പറയുമ്പോൾ ബാഹുലേട്ടൻ തന്നെ ചോദിക്കും, ഇതിപ്പോ ഏതാ ഡയലോഗ്, ഞാൻ എഴുതുന്ന സാധനങ്ങൾ ഇതിന്റെ സാധനം ചോദിക്കും. ഞങ്ങൾ ഇതാണ്. അപ്പൊ ബാഹുലേട്ടൻ പറയും ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കുറെ കോമഡി ആയിരുന്നു അവിടെ സെറ്റില്. ഒരു എക്കോ ഗെയിം കൊണ്ടുവരാൻ പറ്റിയൊരു സംഭവമാണല്ലോ. അതെ, ഓഫ് സ്ക്രീൻ ഞാനത് ലൈവ് കണ്ട വിറ്റ്നസ് ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ, അതേ സെറ്റിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കുര്യച്ചൻ വൈബ് നമുക്ക് അടിക്കും. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, സംബഡി ഈസ് ഹിയർ എന്നുള്ളൊരു ഒരു ഒരു സിംഹം കയറി വരുമ്പോൾ നമുക്കൊരു സൈലൻസ് ഉണ്ടല്ലോ, പുലി വരുമ്പോൾ വേറെ ഫീലാ. നമ്മുടെ കൂടെ അഞ്ജലി സത്യനാഥ് ഉണ്ട്. അഞ്ജലിയെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും, ഒരുപാട് സിനിമകളിൽ ആക്ടർ ആയിട്ടുള്ളതാണ്. പക്ഷെ ആക്ടർ മാത്രമല്ല, ഷീസ് എ ലെക്ചറർ ആൻഡ് ഷീസ് ഓൾസോ എ ലാംഗ്വേജ് ട്രെയിനർ. ഇപ്പോ കത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന എക്കോന്റെ പിന്നിലെ എക്കോയിലെ മ്ലാത്തി ചേട്ടത്തിയുടെ ലാംഗ്വേജ് ട്രെയിനർ ആയിരുന്നു അഞ്ജലി. വെൽക്കം. താങ്ക് യു സോ മച്ച് അനീഷേട്ടാ. ആക്ച്വലി മ്ലാത്തി ചേട്ടത്തിന്റെ മാത്രം 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ യങ് ഏജും ഉണ്ട്. അപ്പൊ അവരും ഉണ്ടായിരുന്നു, അതോ മ്ലാത്തി ചേട്ടത്തിയുടെ ക്യാരക്ടർ ചെയ്ത അവർ രണ്ടുപേരും? കാരണം സോയ മലയ ഭാഷ തന്നെയാണല്ലോ സംസാരിക്കുന്നത്. ഷീ ഡസന്റ് നീഡ് എ ട്രെയിനർ. അതൊരു മഹാമണ്ടൻ ചോദ്യമായിരുന്നല്ലേ എന്റെ. ഇനി കാരണം മലയാളം ഷീസ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് ഓൾസോ. അപ്പൊ അവിടെ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് ക്വൈറ്റ് ഈസി ദേർ. ആൻഡ് ഷീസ് ഓൾസോ ഒരു അധ്യാപികയാണെന്ന് തോന്നുന്നു അല്ലെ അവര്. അപ്പൊ ആക്ടറെ ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടോ, ട്രെയിനർ വേണം അങ്ങനെയൊക്കെ? ഉണ്ടായിരുന്നിരിക്കണം. ആക്ച്വലി ഞാൻ ഈ പടത്തിലേക്ക് ജോയിൻ ചെയ്യുന്നത് ഷാഫിക്ക നല്ലൊരു സുഹൃത്താണ്. അപ്പൊ ഷാഫിക്ക ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പുതിയ പ്രൊജക്ട് വരുന്നുണ്ട്, കിഷ്കിന്താകാന്ഡം ടീമിന്റെ കൂടെയാണ്, അവരുടെ കൂടെയാണ് പുതിയ പ്രൊജക്ട് ചെയ്യുന്നത്, നല്ല സ്ക്രിപ്റ്റ് ആണ്. അപ്പോ എന്റെ അടുത്ത് ചോദിച്ചു അതിലേക്ക് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യണം, അതിങ്ങനെ മറ്റേ മലേഷ്യൻ ലേഡിയാണ്, ഒരു മലേഷ്യയിൽ നിന്ന് വന്ന് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്ന ഒരു ഏജ്ഡ് ലേഡിയുടെ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും സജസ്റ്റ് ചെയ്യാനുണ്ടോ, നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാനിങ്ങനെ എനിക്കറിയുന്ന കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചു അങ്ങനെ കുറച്ച് സെർച്ച് ഒക്കെ ചെയ്തിരുന്നു. അതല്ലാതെ ഇതിനൊരു ട്രെയിനർ വേണം അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഷാഫിക്ക് ഒരു കാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നമുക്ക് ആപ്റ്റ് ആയിട്ട് ഒരാളെ കിട്ടി, അവര് മേഘാലയക്കാരിയാണ്, അപ്പൊ അവർക്ക് ഷീസ് ഏജ്ഡ്, അപ്പൊ അവരുടെ കൂടെ ആര് വരും എന്നറിയില്ല, അപ്പൊ വന്നാലും നമുക്ക് മലയാളം പഠിപ്പിക്കാൻ ഒരാളെ വേണം, അപ്പൊ നിനക്ക് പറ്റുമോ, കാരണം ഇപ്പൊ ഹിന്ദിയും ഇംഗ്ലീഷും എനിക്കറിയാം എന്നുള്ളത് ഷാഫിക്കൊക്കെ അറിയാം. അപ്പൊ നമ്മള് ഫേസ് ഓഫ് ദി ഫേസ്ലെസ് എന്ന് പറഞ്ഞ പ്രൊജക്ട് ഇതിനു മുമ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണത്. അപ്പൊ ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെന്നിട്ട് ഷാഫിക്ക ഈ ഹിന്ദി ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി കഴിഞ്ഞ്, അപ്പൊ എനിക്കത് അറിയാന്നുള്ളതുകൊണ്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് തന്നെ ബിൽഡ് ആവുന്നത്. അപ്പൊ ഇക്കൊക്കെ അറിയാം എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിലായാലും അവിടെ വരുന്ന നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റുകളായിരുന്നു ഒരുപാട് പേര്. അപ്പൊ അവരുമായിട്ടുള്ള പല കമ്മ്യൂണിക്കേഷൻസും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ത്രൂ ആണ് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണ് പ്രൊഡക്ഷൻ സൈഡിലേക്കും കൂടെ ആക്ച്വലി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ആ ഒരു കോൺഫിഡൻസിലാണ് എന്നോട് ഈ ഒരു വർക്ക് നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. എനിക്ക് ട്രെയിനിങ് ഒന്നും ചെയ്യാൻ അറിയില്ല, നമുക്ക് അഭിനയം പഠിപ്പിക്കുക അതൊന്നും നമുക്കറിയുന്ന കാര്യമല്ല, കാരണം നമ്മളും ചെറിയൊരു ആർട്ടിസ്റ്റ് ആണ്, നമുക്ക് അങ്ങനെ അഭിനയം പഠിപ്പിക്കാനൊന്നും അറിയില്ലല്ലോ. പറഞ്ഞ അഭിനയം പഠിപ്പിക്കേണ്ട, അവരെ മലയാളം കൺവേ ചെയ്യിക്കുക. പിന്നെ മറ്റൊരു ദേശത്തുനിന്ന് വരുന്ന ലേഡിയാണ്, അവരെ ഒന്ന് കംഫർട്ട് ആക്കണമല്ലോ, നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഒരു ഏജ്ഡ് ലേഡിയും ആണ്. അപ്പൊ അവരുടെ കൂടെ എപ്പോഴും നമുക്കൊരു ലേഡി സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോ നീ ഫ്രീ ആണോ? അപ്പൊ ഞാൻ ആ സമയത്ത് ഫ്രീ ആയിരുന്നു ആക്ച്വലി. ഞാൻ പറഞ്ഞു ഓക്കെ ജോയിൻ ചെയ്യാം. പിന്നെ കിഷ്കിന്താകാന്ഡം ടീമിന്റെ കൂടെയല്ലേ, അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് തോന്നി. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അവരെ ആദ്യം കാണുമ്പോ അവർക്കും ഒരു അപരിചിതത്വം ഉണ്ട്. ഷീസ് നോട്ട് ആൻ ആക്ടർ അല്ലേ? അപ്പോ അതെങ്ങനെയാ, ഒരു ഐസ് ബ്രേക്കിംഗ് എങ്ങനെയായിരുന്നു? ഐസ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മള് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് ഷൂട്ടിന്റെ പൂജയുടെ തലേന്നാണ് അവർ വരുന്നത്. അപ്പൊ അവര് വരുന്നതിന് മുമ്പ് തന്നെ ഷാഫിക്ക് എനിക്ക് അവരുടെ നമ്പർ തന്നിരുന്നു. നീ ഒന്ന് വിളിച്ച് സംസാരിക്കുക, ആദ്യം തന്നെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ട്. അപ്പൊ ഷാഫിക്ക വിളിച്ച് സംസാരിച്ചാൽ ഷാഫിക്കൊക്കെ അത് കൺവീൻ അല്ല. അപ്പൊ പ്രൊഡ്യൂസറാണ് നമ്മുടെ ജയറാംജി ആണ് അവരുമായിട്ട് ഫുൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും അവരെ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊക്കെ. അപ്പൊ ഇവര് വരുന്നതിന് മുമ്പ് എന്റെ അടുത്ത് ടിക്കറ്റ് ഒക്കെ അയച്ചു കൊടുത്തത്, നീ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറഞ്ഞു.
അപ്പൊ ഞാൻ ആദ്യം അവരെ വിളിച്ചു. ആദ്യം എനിക്ക് അവരുടെ മകളുടെ നമ്പറാണ് കിട്ടിയത്. അവരെ ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് വ്യക്തതയില്ല. നിങ്ങൾ എന്താ എനിക്ക് എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എന്ന ഡേറ്റ് എന്നാ ഞാൻ വരണ്ടേന്ന് പറഞ്ഞില്ലല്ലോ, അപ്പൊ എന്താ ഇൻഡസ്ട്രി എന്താന്നുള്ളതൊന്നും അവർക്ക് ഒരു ധാരണയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട, നമ്മൾ ഇന്ന ദിവസമാണ് വരേണ്ടത്, ഇന്ന ദിവസം തൊട്ട് പൂജയാണ്, അപ്പൊ അന്നോട്ട് ഷൂട്ട് ഉണ്ടാവോ? നമ്മൾ അന്നോട്ട് ഷൂട്ട് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പില്ല, നമ്മളുടെ എന്നാണ് ഡേറ്റ് എന്നുള്ളതൊക്കെ നമ്മൾ പറയാം, ഞാൻ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ ഫോണിലൂടെ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്ത് തുടങ്ങി. പിന്നെ അവരുടെ മകളുമുണ്ട്, കിംബർലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കിംബർലി ആയിട്ടും നമ്മൾ ഒരു കോൺവെർസേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ബൈ ഫോൺ നമ്മൾ കണക്റ്റഡ് ആയി. പിന്നെ അവർ വന്ന് നൈറ്റ് എത്തി. പിറ്റേ ദിവസം കാലത്ത് തന്നെ, പൂജയുടെ അന്ന് തലേന്ന് തന്നെ നമ്മൾ അവരെ പോയി മീറ്റ് ചെയ്തു. അവർ താമസിക്കുന്നിടത്ത് പോയി ഞാൻ അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയി. നമ്മളന്ന് കുറച്ച് ടൈം, അന്ന് കാലത്തോട്ട് വൈകുന്നേരം വരെ ഞാൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിരുന്നു. പിന്നെ പൂജ തൊട്ട് കിംബർലി പോയി. പൂജയ്ക്ക് തൊട്ട് മുമ്പ് മകള് പോയി. പിന്നെ അവർ ഒറ്റയ്ക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ട് കൂടെ എന്നുള്ളതിൽ ത്രൂ ഔട്ട് നമ്മൾ അവിടെ നിന്ന് പിറ്റേ ദിവസം തന്നെ, പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. കാരണം അവര് ഈ മേഘാലയ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ട്രാവല് കുറച്ച് ദുസ്സഹമാണ്. കാരണം ഇവിടുന്ന് ചെന്നൈ ടു ഗുവാഹട്ടി ഫ്ലൈറ്റ്, അവിടെ നിന്ന് പിന്നെ ഒരു 6 hours ബൈ റോഡ് ജേർണി, അതും കുറച്ച് ബുദ്ധിമുട്ടുള്ള ബൈ റോഡ് ജേർണിയാണ്. അപ്പൊ അവരിപ്പോ വന്നു. ഇനി എപ്പോഴാണ് അവർ വരേണ്ടത്? അവര് ഷൂട്ടിന് ഒരാഴ്ച മുമ്പ് അവരെത്തിയിട്ട് നമുക്ക് ട്രെയിൻ ചെയ്യാന്നാണ് അവർ ആദ്യം പറഞ്ഞിരുന്നത്. അപ്പൊ അത് എനിക്കും പേടിയായിരുന്നു. കാരണം ഒരാഴ്ച കൊണ്ട് ഞാൻ എങ്ങനെ പഠിപ്പിച്ചെടുക്കും എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഇവരുടെ കൾച്ചർ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അവരെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അവരും പറഞ്ഞു എനിക്ക് തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്, ആക്ച്വലി ഇവിടെ സ്റ്റേ ബാക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ടാണ് ഞാൻ വന്നത്, 1 monthലേക്ക് സ്റ്റേ എന്നുള്ള രീതിയിലാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഷാഫിക്കയും ടീമും പറഞ്ഞു എന്നാ പിന്നെ അവരെ തിരിച്ചു വിടണ്ട, അവർ സ്റ്റേ ബാക്ക് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഓക്കെ, അവര് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ, പൂജ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ഷൂട്ട് തുടങ്ങുമ്പോൾ തൊട്ട് നമുക്ക് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ ട്രാവൽ ആരംഭിച്ചു. ഇവിടുന്ന് വാഗമൺ വരെയുള്ള ബൈ റോഡ് ജേർണി തന്നെ നമ്മൾ ഭയങ്കര ജെല്ലായിപ്പായി. ഒന്നിച്ച് കേരള ഭക്ഷണം കഴിക്കുന്നു, കേരളത്തിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ ഓൺ ദ വേ ഫുൾ നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോവാണല്ലോ. അപ്പൊ അവിടുന്ന് നമ്മള് ഫ്രണ്ട്ലി ആയി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സെറ്റായിരുന്നു. പിന്നെ എപ്പോഴും സ്ക്രിപ്റ്റിലേക്ക് കിടക്കണം. സ്ക്രിപ്റ്റിൽ എങ്ങനെയായിരുന്നു? ഇത് സ്ക്രിപ്റ്റ് വായിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് ചെയ്ത് കൊടുക്കായിരുന്നു ഭാഷ ഇങ്ങനെ? കാരണം ഞാൻ കേട്ടിരുന്നു വേർഡ്സിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അതിലേക്ക് വരാം. പക്ഷെ അല്ല, ഞാൻ ഇതിന്റെ ഒരു പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം അവർ ടോട്ടലി ഇത് ഒട്ടും പരിചയമില്ലാത്ത ഒരു ഭാഷ. അവർ ചിലപ്പോ വല്ലപ്പോഴും ഒരു മലയാള സിനിമ എങ്ങാനും കണ്ടിട്ടുണ്ട്, അത് തന്നെ അറിയില്ല. ഇല്ല, How was that? കണ്ടിട്ട് ഇല്ല. അപ്പൊ അവര് വന്നിട്ട് എനിക്ക് ഫസ്റ്റ് തന്നെ ഈ പ്രൊജക്റ്റിലേക്ക് ഞാൻ ഇന്നാണെന്ന് കണ്ടപ്പോ തന്നെ എനിക്ക് ബാഹുലേട്ടൻ ഷാഫിക്ക് കൊടുത്ത്, ഷാഫിക്ക് എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നിരുന്നു. അപ്പൊ ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അവര് ലാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടർ എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ഇമേജ് ഉണ്ടല്ലോ, ഷീസ് വെരി പാസീവ്, ഭയങ്കര സൈലന്റ് ആയ ഒരു പേഴ്സൺ ആണ്. ബട്ട് യെറ്റ് ഷീ ഹോൾഡ്സ് സം പവർ വിതിൻ ഹെർ. ഇവരെ നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി ഷീ ഈസ് ദാറ്റ്. ഫോട്ടോയില് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഷാഫിക്ക, ഇവരാണ് മലാത്തി, ഇങ്ങനെയായിരിക്കും നമ്മുടെ മലാത്തി ക്യാരക്ടർ, ഇതാണ്, ഇവരാണ് വരുന്നത്. പക്ഷെ അവർ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരോട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ സ്ക്രിപ്റ്റിൽ വായിക്കുന്ന മലാത്തിയാണ് അവര്. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ വന്നു കഴിഞ്ഞ് ഞാൻ അവർക്ക് ആദ്യം സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, അവർക്ക് ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ് അയച്ചു തന്നിരുന്നു, PDF അയച്ചു തന്നിരുന്നു. പിന്നെ എനിക്ക് മലയാളം സ്ക്രിപ്റ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടത്തിയും കൂടി ഇരുന്ന് അത് ഫുള്ള്, അത് ഓരോ ഇംഗ്ലീഷ് സ്ക്രിപ്റ്റ്, ഓരോ ഡയലോഗിന്റെ നേരെ മംഗ്ലീഷിൽ എഴുതും, മലയാളത്തിൽ അത് എങ്ങനെയാണെന്നുള്ളത് മംഗ്ലീഷ് സ്ക്രിപ്റ്റ് എഴുതും. അപ്പൊ ചേട്ടത്തിക്ക് ഇത് വായിക്കാലോ. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് അങ്ങനെയാണ്, നമുക്ക് മറ്റേ സ്കൂൾ മെത്തേഡ്, നമുക്ക് വായിക്കാൻ പഠിക്കാം എന്നൊക്കെ കരുതി. പക്ഷെ വായിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർക്ക് ഇങ്ങനെ ഒരു വേർഡോ ഇങ്ങനെ ഒരു സൗണ്ടോ ഫെമിലിയർ അല്ല. കാരണം ഖാസിയില് നമ്മളുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും അവർക്കില്ല. ഖാസി ഭാഷയാണ് അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജ്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആയതുകൊണ്ട് തന്നെ അവർ പറയുന്നത്. പക്ഷെ ഇംഗ്ലീഷും അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇന്ത്യൻസ് ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്ന ഒരു നമ്മൾ കുറച്ച് ദ്രാവിഡ ഭാഷ സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് പ്രൊനൗൺസ് ചെയ്യുന്ന പോലെയല്ല അവർ പ്രൊനൗൺസ് ചെയ്യുന്നത്. അവർ കുറച്ച് ഡിഫറെന്റ് സ്റ്റൈലാണ്. ഈ ഖാസി അവരുടെ ബേസ് ആയതുകൊണ്ട് തന്നെ അവർ പ്രൊനൗൺസ് ചെയ്യുന്ന സ്റ്റൈലും കുറച്ച് ഭയങ്കര സ്മൂത്ത്, വേറെ അവരെ എന്താ പറയാ ആക്സെന്റ് വേറെയാണ്. അപ്പൊ അപ്പോഴും നമ്മുടെ സ്വരാക്ഷരങ്ങളുമായിട്ട് ഒരു സിങ്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പിന്നെ അവർ ഈ മംഗ്ലീഷിൽ ചോദിക്കുന്നത് യൂഷ്വൽ എന്ന് മാത്രമാണ് അവരുടെ സ്ക്രിപ്റ്റിലുള്ളത്. യൂഷ്വലി എന്ന് പറയുന്ന ഒരു വേർഡാണ് അവരുടെ സ്ക്രിപ്റ്റിലുള്ളതെങ്കിൽ നമ്മുടെ ഇവിടെ അത് പിന്നെ അങ്ങനെയാണല്ലോ എന്നാണ് അവരിങ്ങനെ യൂഷ്വലി ഇത്രയേ ഉള്ളൂ, നിങ്ങളിതിന് ഇത്ര എഴുതി വെച്ചിരിക്കുന്നതാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്, നിങ്ങളുടെ മലയാളം എന്താണ് ഇത്ര ലെങ്തി? ഇതൊക്കെയായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അവരെ ആദ്യം ഞാൻ ഫോണറ്റിക്സിലേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഇ ഈ ഉ തുടങ്ങി അങ്ങനെ ആദ്യം ലിപ് മൂവ്മെന്റ് അങ്ങനെ വരണം എന്നുള്ള രീതിയിൽ പറഞ്ഞ് നമ്മൾ അതിലേക്ക് കുറെ ട്രെയിൻ ചെയ്തു. നമ്മൾ ഞാൻ നടക്കുമ്പോൾ ആ ഇ ഈ ഉ എന്ന് പറഞ്ഞ്
സ്വരങ്ങൾ കുറച്ച് കൊണ്ടിരിക്കാനായിട്ട് കുറെ ശ്രമിച്ചിരുന്നു. സ്വരാക്ഷരങ്ങൾ മൊത്തം ഞാൻ പഠിപ്പിച്ചെടുത്തായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് മംഗ്ലീഷ് സ്ക്രിപ്റ്റ് മറ്റേ എന്താ പറയാ, ഞാൻ വായിക്കും അവരേറ്റ് പറയും, ഞാൻ വായിക്കും അവരേറ്റ് പറയും, അങ്ങനെ പറഞ്ഞു തുടങ്ങി നമ്മള്. അതല്ലാതെ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ കൂടുതൽ മംഗ്ലീഷ് കൂട്ടി സംസാരിക്കാൻ തുടങ്ങി. നമ്മൾ സംസാരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ദേ പട്ടി, ദേ നായ പോണു, ഹിയർ ഗോസ് ദ നായ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്ക്രിപ്റ്റിലുള്ള വേർഡ്സ് എല്ലാം അതിനകത്ത് നമ്മുടെ കോൺവെർസേഷൻസിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കി. അപ്പൊ അവർക്ക് ആ ഒരു അൺഫെമിലിയാരിറ്റി തോന്നില്ലല്ലോ ചില വേർഡ്സിന്. പിന്നെ കോമഡി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഡാ പൊണ്ണ, ആ സാധനം അവർ എപ്പോഴും പറയുന്നത്, ഡേ പൊണ്ണ, എടാ പൊണ്ണ, എടാ പൊണ്ണ എന്ന് പറഞ്ഞിട്ട്. എടപ്പൊണ്ണ, say after me. എരപ്പുമ്മ, എടപ്പൊണ്ണ, എരപ്പുന്ന, എരപ്പുന്ന. നാട്ടുകാര് നാട്ടുകാരെ അവരുടെ നാവിന് ഇണങ്ങുന്ന, അവരുടെ നാവിന് വഴങ്ങുന്ന, നാക്കിന വഴങ്ങുന്ന വഴങ്ങുന്ന ഒരു പേരിട്ടതല്ലേ. പേരിത്തല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ ഫണ്ണി ആയിട്ടും കൂടെ നമ്മുടെ സ്ക്രിപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ഞാൻ അവരും ആയിരുന്ന സമയത്ത് അവര് ഡയലോഗ്സ് എല്ലാം ഞാൻ പ്രോംപ്റ്റ് ചെയ്യും. ഞാൻ ഇപ്പൊ പിയൂസിന്റെ ഡയലോഗ്സ് ഞാൻ പ്രോംപ്റ്റ് ചെയ്യും. അപ്പൊ അവര് കുറെയൊക്കെ തന്നെ അവർ പറയാൻ തുടങ്ങിയായിരുന്നു. ഓൺ സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവർക്കത് വർക്കാവാൻ ബുദ്ധിമുട്ടായി. കാരണം പ്രോംപ്റ്റിംഗ് വർക്ക് ആവുന്നില്ല. അവിടെ നിന്നിട്ട് പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ എനിക്കും പ്രോംപ്റ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ജോലിയാണ്. അത് അത്ര എക്സ്പേർട്ട് ആയില്ല, എനിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയില്ല. അപ്പൊ എനിക്ക് പ്രോംപ്റ്റ് ചെയ്യാൻ അറിയേണ്ട കഴിഞ്ഞു ജോബിൻ പറഞ്ഞു ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് ജോബിൻ പ്രോംപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇവർക്ക് പക്ഷെ പ്രോംപ്റ്റ് ചെയ്തിട്ട് കേട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അതിനും വലിയ ടാസ്ക് ആണ്. എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റുകൾക്ക് പോലും പ്രോംപ്റ്റ് ചെയ്യുന്നത് കേട്ട് കറക്റ്റ് പോസ് കൊടുത്ത്, കാരണം പ്രോംപ്റ്റ് ചെയ്യുമ്പോൾ ഈണത്തിലല്ലല്ലോ പറയാം, നമ്മൾ പടപടപടയെന്ന് പ്രോംപ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പൊ അത് അവർക്ക് ക്യാച്ച് എന്താ പറഞ്ഞത് അവർക്കത് മനസ്സിലാകുന്നില്ല. അപ്പൊ അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മള് ഇനിയൊരു മെത്തേഡ്, നമ്മുടെ വർക്കായ മെത്തേഡിലേക്ക് നമ്മൾ കിടക്കുന്നത്. ആ മെത്തേഡിന്റെ ഡീറ്റെയിലേക്ക് വരാം. അപ്പൊ അതിനു മുമ്പ് അപ്പൊ ഞാനിത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ മിക്കവാറും ആ ഡോക്ടറായിട്ടുള്ള ഇന്ററാക്ഷൻ പോലെ തോന്നിയത്. ഡോക്ടർ ഒന്ന് ചോദിക്കുന്നു, പുള്ളിക്കാരി റെസ്പോണ്ട്. അതായിരുന്നു ആക്ച്വൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. എതിരെ നിൽക്കുന്ന ആള് പറയുന്നതിന്റെ മീനിങ് ഒക്കെ ആൾക്കറിയാം, കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആൾക്കറിയാം, എന്താണ് പറയുന്നത് എല്ലാ മീനിങ്ങും ആൾക്കറിയാം. പക്ഷെ അതിന് കൊടുക്കേണ്ട സൗണ്ട് എന്താന്നുള്ളത് ആൾക്ക് മനസ്സിലാവില്ല. ആളെ സംബന്ധിച്ച് ദീസ് ആർ നോട്ട് വേർഡ്സ്. ആൾ പറയും നിങ്ങളുടെ ഭാഷ ശരിക്കും പാട്ട് പോലെയാണ്, വൈ ആർ യു സോ റിതമിക്, നിങ്ങൾ മലയാളത്തിന് എന്തിനാ ഇങ്ങനെ കയറ്റി ഇറക്കി യു ആർ ടോക്കിംഗ് വെൻ ഞാൻ സംസാരിക്കുമ്പോൾ അവർക്ക് പാട്ട് പാടുന്നതായിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ, യു ലേൺ ഇറ്റ് ആസ് എ സോങ്. ഒരു പുതിയ പാട്ട് പിടിച്ചതുപോലെ വിചാരിച്ച് ഡയലോഗ് പറയാൻ പറയും. പക്ഷെ ബാഹുലേട്ടന്റെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ദിഞ്ചിത്തേട്ടൻ അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ പാസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വളരെ ലൗഡ് ആയിട്ടുള്ള ഡയലോഗ് ഡെലിവറി അല്ലെങ്കിൽ വളരെ റിതമിക് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി വേണ്ട. അവർക്ക് ആ ക്യാരക്ടറിന് അങ്ങനെ ഒരു സാധനം ആവശ്യമില്ല. വളരെ സെർട്ടിൽ ആയിട്ടുള്ള ഒരു ഡയലോഗ് ഡെലിവറി അങ്ങനെയാണ് അവർക്കത് വേണ്ടത്. അപ്പൊ നമുക്ക് ഈ റിതം കൊടുത്ത് ചെയ്യാനും പറ്റില്ല. അപ്പൊ തന്നെ ടോൺ ഡൗൺ ചെയ്യുക എന്നുള്ളതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അതും വർക്കാവാത്തൊരവസ്ഥയായിരുന്നു. അല്ല, ചില സ്ഥലത്ത് അവരുടെ രണ്ടോ മൂന്നോ തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ട്. ഒന്ന് ഇയാളെ പ്യൂസ് ആയിട്ടുള്ളത് വളരെ ഒരു ഫ്രണ്ട്ലിയുമാണ്, അങ്ങനെയാണല്ലോ തുടക്കത്തിലേക്കുള്ളത്. ജോപ്പനായിട്ടുള്ളത് അവിടെ ഒരു കമാൻഡ് വരുന്നുണ്ട്. ടുവേർഡ്സ് എൻഡ് വേറൊരു മോഡിലേക്ക് പോകുന്നുണ്ട്. വിനീതായിട്ട് സംസാരിക്കുമ്പോഴത്തേനും വേറൊരു ടോൺ പിടിക്കുന്നുണ്ട്. ടോൺ അല്ല, ദ വേ എക്സ്പ്രഷൻസ് ആർ, അവരുടെ ഇമോഷൻസ് അനുസരിച്ച്. ഇപ്പൊ ഈ സ്വാഭാവികമായിട്ടും ഒരു പ്രത്യേകിച്ച് ഒരു ആക്ടറാണ്, ഇവരുടെ ആക്ടിങ് പ്ലസ് ഡയലോഗ് ഡെലിവറി രണ്ടും രണ്ട് രീതിയിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ പെർഫോമൻസിനെ ഇത് ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് ശരിയാക്കുമ്പോൾ പെർഫോമൻസ് ശരിയാവുന്നില്ല, ഈ ഒരു കോൺഫ്ലിക്ട് അഞ്ജലിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല? ഇല്ല, ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഈ ചേടത്തിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ സിനിമ എന്നൊരു സംഭവം ഇല്ല. സിനിമ അല്ലെങ്കിൽ കൾച്ചറൽ വൈസ് അവര് ഒരുപാട് പിന്നോട്ട് നിൽക്കുന്ന ഒരു ഏരിയയാണ്. അവര് തന്നെ പറയുന്നുണ്ട് അവരുടെ നാട് സിവിലൈസ്ഡ് ആയിട്ടുള്ള നിയർലി 100 years ആയിട്ടുള്ളൂ. അതുവരെയും അവർ ഹണ്ടേഴ്സ് ആയിരുന്നു, മാൻ ഹണ്ടേഴ്സ് ആയിരുന്നു, ട്രൈബൽസ് ആയിരുന്നു, ട്രൈബ്സ് ആയിരുന്നു. അങ്ങനെയാണ് അവര് നിന്നിരുന്നത്. ക്രിസ്ത്യൻ മിഷണറിയുടെ ഇൻവേഷനോട് കൂടിയിട്ടാണ് അവർ എഡ്യൂക്കേഷനിലേക്ക് വരുന്നത്. വിദ്യാഭ്യാസം, പഠനം, ഒരു കൾച്ചർ അതൊക്കെ ഡെവലപ്പായി എടുക്കുന്നത് തന്നെ, സോഷ്യലൈസ് ചെയ്യാൻ പഠിക്കുന്നത് തന്നെ ശരിക്കും അതിനുശേഷമാണെന്നാണ് അവർ പറഞ്ഞത്. എനിക്കറിയില്ല, അവർ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ മേഘാലയെ കുറിച്ച്. അപ്പോ അവരുടെ നാട്ടിൽ സിനിമയില്ല. അവര് ചെറുപ്പകാലത്തിൽ എപ്പോഴോ അവരുടെ നാട്ടില് ഒരു ഹാൾ ഉണ്ടായിരുന്നു, മറ്റേ കമ്മ്യൂണിറ്റി ഹാള്. അപ്പൊ ആ ഹാളില് മറ്റേ തിരശീല കെട്ടി അവിടെ ഒരു കിഷോർ കുമാറിന്റെയോ അങ്ങനെ ഏതോ പഴയ നടന്റെ പേരേതാ പോലും അവർക്കറിയില്ല, അങ്ങനെ ആരുടെയൊക്കെയോ സിനിമകൾ ചെറുപ്പത്തിൽ 1-2 കണ്ടിട്ടുണ്ടെന്നല്ലാതെ അവര് പിന്നെ സിനിമ ആയിട്ട് യാതൊരു ബന്ധമില്ല, അവർക്ക് കൾച്ചറലായിട്ടും യാതൊരു ബന്ധമില്ല. പിന്നെ മക്കള് ട്രാവൽ ചെയ്തിട്ട് അവർ കണ്ട കഥകളൊക്കെ പറയും.
അങ്ങനെയാണ് അവർ ഈ ഷോർട്ട് ഫിലിം അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിലായാലും അതിൽ അവർ പറയുന്നത് വെച്ചാൽ അത് കഥ ഭയങ്കര രസമുള്ള കഥയായിരുന്നു അവർ പറഞ്ഞ ഷോർട്ട് ഫിലിമിന്റെ. പക്ഷെ അത് അവർ പറയുന്നത് അവരുടെ സീൻസ് കൂടുതലും അവർ ഉറങ്ങിക്കിടക്കുന്നതായിട്ടാണ്. അവർ ഉറങ്ങുമ്പോൾ അവർ മറ്റൊരാളായി മാറുന്നു, അങ്ങനെ ഒരു സ്റ്റോറി എന്തോ ആണ് അതിന്റെ. അപ്പൊ അവരതിൽ കൂടുതലും ചെയ്തതും ഉറങ്ങുന്നതായിട്ടും പിന്നെ സർട്ടിലായിട്ട് നിന്നിട്ട് ഒരു മൊമെന്റിൽ അവർ എക്സ്പ്ലോസീവ് ആവുന്നതുമായിട്ടുള്ളതാണ്. അപ്പോൾ ഡയലോഗ് ഡെലിവറി അങ്ങനെ ഒന്നും അവർക്ക് അവിടെ അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു അത് അവരെ സംബന്ധിച്ച് ഒരു പ്ലസ് ആയിരുന്നു. കാരണം മറ്റു പടങ്ങൾ കണ്ടിട്ടില്ല, സിനിമ എന്തെന്നറിയില്ല, അഭിനയം എന്തെന്നറിയില്ല എന്നതുകൊണ്ട് തന്നെ അവര് ആരെയും ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. അവര് ഒന്നിനെയും മനസ്സിൽ നമുക്ക് ഒരു ക്ലീൻ ഷീറ്റ് ആണെങ്കിൽ നമുക്കതിൽ എഴുതാൻ സുഖമാണ്. ഓൾറെഡി റിട്ടൺ ആയ ഒരു ഷീറ്റ് റബ്ബ് ചെയ്തിട്ട് നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് കറ കിടക്കും. ഇത് അവർ ക്ലീൻ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മ്ലാത്തി എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അബ്സോർബ് ചെയ്യാനും അത് ഡെലിവർ ചെയ്യാനും അവർക്ക് കുറച്ചും കൂടെ ഈസി ആയിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ എക്സ്പ്രഷൻ വൈസ് അല്ലെങ്കിൽ അഭിനയിക്കാൻ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഷി വാസ് വെരി നാച്ചുറൽ. ഇപ്പൊ ബാഹുലേട്ടൻ അല്ലെങ്കിൽ ദിൻജേട്ടൻ അല്ലെങ്കിൽ ജോബിനൊക്കെ ഓൺ സെറ്റിൽ നിന്നിട്ട് കമാൻഡ് ചെയ്യുന്നു, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. അപ്പൊ ജോബിൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആ കാര്യത്തിലൊക്കെ ജോബിൻ നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ജോബിൻ ഇങ്ങനെ ക്രിസ്പായിട്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യാൻ ഭയങ്കര സ്മാർട്ടാണ്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അഞ്ജലി നമുക്ക് ഇങ്ങനെ വേണം, അതൊന്ന് പറഞ്ഞു നോക്ക്. അല്ലെങ്കിൽ ബാഹുലേട്ടൻ പറയാം, അഞ്ജലി നമുക്ക് അതൊന്ന് ചെയ്യണം, അതൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ പറയും. അപ്പൊ ചേട്ടത്തി ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അവിടെ പോയിരിക്കും. എന്നിട്ട് അത് വേണ്ട സാധനം കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കാൻ ഇവർക്കറിയാം. എവിടെ എന്ത് വേണം എന്നുള്ളത് അത് ബാഹുലേട്ടനും ജോബിനും ദിഞ്ചിത്തേട്ടനും ചേച്ചിയുമായിട്ടുള്ള ഒരു ചേട്ടത്തിയായിട്ടുള്ള ഒരു സിങ്കാണ്. സോ അവരുടെ പെർഫോമൻസ് ക്ലിയർലി അത് ബാഹുലേട്ടന്റെയും ദിഞ്ചിത്തേട്ടന്റെയും ജോബിന്റെയും ഒരു ഇൻവോൾവ്മെന്റോട് കൂടി അവരുടേതായ രീതിയിൽ ഡെലിവർ ചെയ്തതാണ്. അതിൽ എനിക്ക് റോൾസ് ഒന്നുമില്ല. ഇപ്പൊ ഏറ്റവും സാറ്റിസ്ഫൈങ് സീൻ ഏതാന്ന് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ ഔട്ട്പുട്ട് കാണാത്ത ആളോട് എനിക്കത് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ തന്നെ അവിടെ ചെയ്ത പെർഫോമൻസ് വെച്ചിട്ട് ഓർത്തെടുക്കാലോ ഏതായിരിക്കും. നമുക്ക് കുറെ എല്ലാം തൃപ്തി ആയതിനു ശേഷമാണ്, ഓക്കെ ആയതിനു ശേഷം ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. എന്നാലും ഒരു ആ സീനിന്റെ പ്രത്യേകത കൊണ്ടോ അവരുടെ പെർഫോമൻസിന്റെ പ്രത്യേകത കൊണ്ടോ ഒരു ഡയലോഗ് ഡെലിവറി പെർഫോമൻസ് കൊണ്ടോ നമുക്ക് തൃപ്തി തോന്നിയ മസേ ക്ലൈമാക്സിൽ ഉള്ള അവരുടെ പെർഫോമൻസ്. കാരണം അത് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരുപാട് ക്ലൈമാറ്റിക് ബുദ്ധിമുട്ടുകളുള്ള സമയത്താണ്. ഒരു ഷോട്ട് വെക്കുന്നു, അടുത്ത സെക്കൻഡിൽ കൊടുങ്കാറ്റും മഴയും പെയ്യാണ്. അപ്പൊ നമ്മളവിടെ കുടയും പിടിച്ച് ചേട്ടത്തിന്റെ പൊസിഷൻ മാറാൻ പാടില്ല, കണ്ടിന്യൂറ്റി പിടിക്കണം. അപ്പൊ അതവിടെ തന്നെ ഇരിക്കുകയാണ്. എഡിറ്റ് അങ്ങോട്ട് പോവുക വരിക എന്നുള്ളത് ആൾക്ക് വിത്ത് ഹെൽത്ത്, ആള് ഹെൽത്ത് വൈസ് ഒരു 70 year old വുമൺ എന്നുള്ള രീതിയിൽ നമ്മള് ചിന്തിക്കുന്നതിനപ്പുറമാണ് ആള് നിൽക്കുന്നത്. എന്ന് തോന്നുന്നത് നോ പ്രോബ്ലം, ഞാൻ ഫേസ് ചെയ്യാം, കുന്ന് കയറണം, ഓ കയറാം, മല കയറണം. ഞാൻ ചേട്ടത്തി സൂക്ഷിച്ച് എനിക്കിതൊരു വിഷയമല്ല. നമ്മൾ കയറി എത്താത്ത മലകളും ആള് ഈസി ആയിട്ട് കയറുന്ന ഒരു ഇതാണ്. ഒന്നെന്താ അവര് ജനിച്ചു വളർന്ന ഒരു ക്ലൈമറ്റ് അതാണ്. അപ്പൊ അവർക്ക് അതെല്ലാം വളരെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ എന്ത് സ്ട്രഗിൾ എടുക്കാൻ റെഡി ആയിരുന്നു. പക്ഷെ ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷൂട്ടിന്റെ ബിറ്റ്വീനിൽ മഴ പെയ്യും, അതൊക്കെ ചെയ്യും. അപ്പൊ അത്രയും റിസ്ക് എടുത്ത് നമ്മൾ അവിടെ ഇരുന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ചേട്ടത്തി ആ സമയത്ത് കൊടുത്ത പെർഫോമൻസ് അത് നമ്മളിപ്പോ സ്ക്രീനിന്റെ ബാക്കിൽ നിന്ന് കാണുന്നുണ്ട്. അപ്പൊ ഭയങ്കര രസമായിട്ട് തോന്നിയൊരു ഷോട്ടായിരുന്നു. എനിക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടമുള്ള ഷോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അതുപോലെ പോത്തന്റെ അടുത്തുള്ള ഒരു പോത്തൻ പോയി കഴിഞ്ഞിട്ടുള്ള അവരുടെ ചെറിയൊരു ബ്രേക്ക് ഡൗണും കുര്യച്ചന്റെ കയ്യിൽ നിന്നുള്ള ചെറിയൊരു ബ്രേക്ക് ഡൗണും അതൊക്കെ ഭയങ്കര രസമായിട്ട്. അത് ചേട്ടത്തി ഇമോഷണൽ സീൻസ് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ ഡയലോഗ് ഡെലിവറി ഓക്കെ, പക്ഷെ ഇമോഷണൽ സീൻസ് അഭിനയിക്കാൻ കൂടി ചേട്ടത്തി അഭിനയിച്ചിട്ടില്ല ഇതിനു മുമ്പ്. അപ്പൊ ചേട്ടത്തിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ചേട്ടത്തി നമുക്ക് എന്തെങ്കിലും പഴയ എന്തെങ്കിലും മെമ്മറീസ് കൊണ്ടുവരണം, നമുക്ക് കരയണം, നമുക്ക് നാച്ചുറൽ ആയിട്ട് കരയണം, നമുക്ക് വിഷമം ഒന്ന് പൊട്ടിക്കരയാനും പാടില്ല. പൊട്ടിക്കരയാനും കുറച്ചും കൂടി ഈസിയാണ്. ഇത് പൊട്ടിക്കരയാതെ ഹോൾഡ് ചെയ്ത് വെച്ച് കരയണ്ടേ. അപ്പോൾ റിയൽ ടിയേഴ്സ് വരാൻ മാക്സിമം ട്രൈ ചെയ്യണം. പുള്ളിക്കാരി ഞാൻ ലെറ്റ് മീ ട്രൈ, ഞാൻ അങ്ങനെ കരയുന്ന ആള്, പുള്ളിക്കാരി അങ്ങനെ കരയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരു സെൻസിറ്റീവ് ആയ ഒരു പേഴ്സൺ ആണെങ്കിൽ മേ ബി ഇറ്റ് വാസ് പോസിബിൾ. ബട്ട് ഷി വാസ് വെരി ബോൾഡ്. അങ്ങനെ ഒന്നിനെയും കൂസാക്കാത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ അവര് ആ സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ ലൈവായിട്ട് ആക്ട് ചെയ്തത് ഈ മെത്തേഡ് ആക്ടിംഗ് ഒക്കെ പുള്ളിക്കാരി കൊണ്ടുവന്നുകൊണ്ടാണ്. എന്താ പറയാ, പഴയ ഒരു മെമ്മറി, അവരുടെ ഒരു നീസ് മരിച്ച ഒരു മെമ്മറി ഒക്കെ അവർ പറഞ്ഞു. ഞാൻ ആ സമയത്ത് പോലും ഞാൻ അത് ആലോചിച്ച് കരഞ്ഞിട്ടില്ല. പക്ഷെ ഇപ്പൊ അഞ്ജലി അത് പറഞ്ഞപ്പോ എനിക്ക് അതാണ് പെട്ടെന്ന് കണക്ട് ചെയ്തത്. ഞാൻ അത് ആലോചിച്ചിട്ടാണ് കരഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആള് കുറച്ചു നേരത്തേക്ക് ആ ഇമോഷനിൽ നിന്ന് വിട്ടു പോരാൻ പറ്റാതെ കുറച്ചു നേരം ആള് ഹോൾഡിങ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീനായിരുന്നു. ആള് ചെയ്തതിലും ഏറ്റവും ഭയങ്കര ആ സമയത്ത് ലൈവായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സീനായിരുന്നു അത്. അഞ്ജലി ഇതിന്റെ ഡബ്ഡ് വേർഷൻ കേട്ടോ ലീല ചേച്ചി ചെയ്തിട്ട്? ഫൈനൽ വേർഷൻ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ട്രാക്ക് പൈലറ്റ് ട്രാക്ക് ഞാൻ ചെയ്തിരുന്നു. കാരണം ചേട്ടത്തി അവിടെ യൂസ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റിൽ അല്ലെങ്കിൽ ഓൺ ഷോട്ടിൽ അവര് പറഞ്ഞിരിക്കുന്ന
ഡയലോഗ് വെച്ചിട്ട് ഡബ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവരെന്താ ആക്ച്വലി പറഞ്ഞിരിക്കുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം അത് ഞാൻ പഠിപ്പിച്ച സാധനം ആയതുകൊണ്ട് എനിക്കത് അറിയാം അവരെന്താണ് അവിടെ പറയുന്നത് എക്സാക്ട്ലി എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് പൈലറ്റ് ട്രാക്ക് ഡബ് ചെയ്യാൻ ഞാൻ പോയിരുന്നു. അപ്പൊ സീക്വൻസുകൾ മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഫൈനൽ ഔട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല ഇതുവരെ. ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അറിയണ്ടാവില്ല, അഞ്ജലി ചെറിയൊരു വയ്യായിട്ടിരിക്കും. ഫോർ another 5-7 days. അപ്പൊ അതിനുശേഷം സിനിമ കാണാൻ പോകാൻ പറ്റുള്ളൂ. എന്താ പറയാ, ഞാൻ അഭിനയിച്ച പടങ്ങളുടെ റിലീസിന് പോലും ഞാൻ ഇത്രയധികം എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല. കറക്റ്റ് ആയിട്ട് റിലീസിന്റെ തലേന്ന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അങ്ങനെ പോകാൻ പറ്റാണ്ടായി. അപ്പൊ അതിന്റെ വേദന, അത് ആ ഒരു പടം ഇത്രയും ആക്സെപ്റ്റ് ചെയ്യുന്നു, ഇത്ര റിവ്യൂസ് കാണുന്നു, ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കാണുമ്പോൾ ഭയങ്കരമായ സന്തോഷമാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത സങ്കടവുമാണ്. എനിക്കതൊന്ന് കാണണം. ശരിക്കും ആ ഒരു ഫീല്, കാരണം നമുക്ക് ഇതൊന്നും അല്ലാത്ത ഒരു ലേമാൻ സിനിമയെ കുറിച്ച് നല്ല റിവ്യൂസ് വരുമ്പോൾ കാണാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള വിഷമം അത് അപ്പോ അതിൽ ഇത്രയും എഫേർട്ട് ഇട്ട ഒരാൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഈ നിങ്ങൾ പക്ഷേ ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴും ഞാൻ ഓർത്തത്, അതായത് അവരെന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ യു ഹാഡ് യൂസ് സം അതർ ടെക്നിക്സ് ലൈക്ക് ലിപ്പ് കറക്റ്റ് ആക്കാന്നുള്ളതിന് വേണ്ടിയുള്ള കുറെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അതെന്തായിരുന്നു ആ ഒരു ടെക്നിക്? അതെന്തായിരുന്നു വെച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ പല പല മെത്തേഡ്സ് ട്രൈ ചെയ്തു. പക്ഷെ ഒരു മൊമെന്റ് വന്നപ്പോ ഈ ലോങ് ഡയലോഗ്സ്, ഇപ്പൊ സിംഗിൾ ഡയലോഗ്സ് വരുന്ന കോൺവെർസേഷൻസ് എല്ലാം അവർ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് അവിടെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയായിരുന്നു. ചേട്ടത്തി അൺഎക്സ്പെക്ടഡ്ലി അങ്ങനെ ഡയലോഗ് പീസ് ചോദിക്കുന്ന മറുപടി വരുന്നു. അപ്പൊ എല്ലാവരും വണ്ടർ അടിച്ച് ഇതെന്തിപ്പോ സംഭവിക്കുന്നെന്ന്. ഞാൻ പറഞ്ഞു ഈ സീൻ ഓക്കെ, ഇനി അങ്ങോട്ടുള്ള സീൻ വരുമ്പോഴാണ് എനിക്ക് കൈയും കാലം വരയ്ക്കണം, വലിയ സീൻ ഇവർ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു. പക്ഷെ അങ്ങനെ വലിയ സീൻ വന്നപ്പോ ഈ പറഞ്ഞ പ്രോംപ്റ്റിംഗ് ട്രൈ ചെയ്തു. പക്ഷെ അതും ഭയങ്കര ഡിലേ വരുന്നു. അപ്പൊ ഷൂട്ട് ഡിലേ ആവണ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. കാരണം ഇറ്റ് വാസ് എ ഡ്യൂട്ടി ഇൻട്രസ്റ്റഡ് ഇൻ വിത്ത് മീ. അപ്പൊ അത് എനിക്ക് ഡെലിവർ ചെയ്യാൻ പറ്റാണ്ടാവുമോ? കാരണം ഞാൻ കോൺഫിഡന്റ് ആയിരുന്നു ചേട്ടത്തില്. കാരണം ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള സ്പേസിൽ അവരത് വളരെ മനോഹരമായിട്ട് ഇനാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പോൾ അത് പറ്റണ്ട. അപ്പൊ ചേട്ടത്തിക്ക് വിഷമാണ്. ചേട്ടത്തി പിന്നെ ഭയങ്കര കോപ്പറേറ്റീവ്. നിങ്ങൾ ചെയ്തോളൂ, നിങ്ങൾ എത്ര ടേക്ക് വേണമെങ്കിലും എടുത്തോളൂ, ഞാൻ ചെയ്യാം. 34 ടേക്ക് വേണം എടുത്തോളൂ, ഞാൻ ചെയ്യാം, റിപ്പീറ്റ് ചെയ്യാം. അവര് റെഡിയാണ്. പക്ഷെ അവരെയും എനിക്ക് ഒരുപാട് പുഷ് ചെയ്യാൻ പറ്റില്ല. ഷീ ഈസ് ഡൂയിങ് സംതിങ്. അപ്പൊ അവരെ എനിക്ക് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിനെ നമ്മൾ പ്രഷറൈസ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഇപ്പുറത്തെ സൈഡില് ഷാഫിക്ക് നിൽക്കുന്നു. പ്രൊഡക്ഷൻ സൈഡ് കുറച്ച് എനിക്ക് അറിയാലോ. സോ ഈച്ച് ആൻഡ് എവറി സെക്കൻഡ് വർത്ത് എ ലോട്ട് ഓഫ് മണി. മാത്രല്ല ബാഹുലേട്ടൻ, രഞ്ജിത്തേട്ടൻ, അവരുടെയൊക്കെ മുഖം കാണുമ്പോൾ ഇൻട്രസ്റ്റഡ് സംതിങ് വിത്ത് മീ. അപ്പൊ എനിക്കത് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയി. ആ സമയത്താണ് ദ്വാരകേഷ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു അസോസിയേറ്റ് ഡയറക്ടർ സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നത്. ആള് എന്റെ അടുത്ത് പറഞ്ഞു, യു ഡോണ്ട് വെറി, നമുക്ക് വേറൊരു ഐഡിയ ഉണ്ട്, ഇയാൾക്ക് അത് അറിയാമോ? ഞാൻ അനിമേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നതാണ്, അനിമേഷനിലായിരുന്നു ഞാൻ. അപ്പൊ അവിടെ നമ്മൾ യൂസ് ചെയ്യുക ആക്ച്വലി ലിപ്പ് മൂവ്മെന്റ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എത്രയോ 7-8 അങ്ങനെ എന്തോ ഒരു നമ്പർ പറഞ്ഞു. അത്രയും മൂവ്മെന്റ്സേ ആക്ച്വലി ഉള്ളൂ. അപ്പൊ നമുക്ക് ഈ മൂവ്മെന്റ് മാത്രം പഠിപ്പിച്ചാൽ മതി ആക്ച്വലി ആളെ. നമുക്ക് ആ ഒരു ലെങ്ത്തും ആ ഒരു മൂവ്മെന്റ് കിട്ടിയാൽ മതി. അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞു ആണോ? അപ്പൊ നമ്മൾ എങ്ങനെ വർക്കൗട്ട് ചെയ്യും? കാരണം എനിക്ക് ഇതിനെ കുറിച്ചിട്ട് ടെക്നിക്കൽ നോളജ് ഇല്ലല്ലോ, നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ആളാണ് പറഞ്ഞത്, പുള്ളിക്കാർക്ക് ഇംഗ്ലീഷ് അറിയാം, നമുക്ക് വൈ ഡോണ്ട് വി ട്രൈ സംതിങ് വിത്ത് ഇംഗ്ലീഷ് സിമിലർ വേർഡ്സ്. അപ്പൊ പുള്ളി അപ്പൊ നമുക്ക് ഓക്കെ നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പുള്ളി തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സജഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്കത് വർക്കായി. പിന്നെ ഞാനും ദ്വാരകേഷും ജോബിനും കൂടെ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എല്ലാം വേഗം ഓരോ ഡയലോഗ് അപ്പൊ പറയാൻ പോകുന്ന സ്ക്രീനിന്റെ ഡയലോഗ് വേഗം റീറൈറ്റ് ചെയ്ത് നോക്കി. അപ്പൊ നോക്കുമ്പോ ഞാനത് മലയാളത്തിൽ പറയും, അപ്പൊ ദ്വാരകേഷ് അത് ഇംഗ്ലീഷ് പറയും. അപ്പൊ മ്യൂട്ട് ആക്കിയിട്ട് പറയും, ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ നിങ്ങൾ പറയാന്ന് പറഞ്ഞിട്ട് ലിപ്പ് നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആണ്, അതാണ് മലയാളം പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. പിന്നെ ഇത് ചേട്ടത്തി ഇപ്പൊ ഇംഗ്ലീഷ് കോർത്തിണക്കി നമ്മൾ കുറെ വേർഡ്സ് ഉണ്ടാക്കി പഠിക്കുന്നു. പക്ഷെ അത് ചേട്ടത്തി മെമ്മറൈസ് ചെയ്യണ്ടേ? റാൻഡം വേർഡ്സ് ഈ ഇംഗ്ലീഷ് ആണെങ്കിലും റാൻഡം വേർഡ്സ് ആകുമ്പോൾ ഈ ലോങ് വേർഡ്സ് നമുക്കത് കണക്ട് ചെയ്തെടുക്കണ്ടേ? അപ്പൊ നമ്മൾ മറ്റേ തന്മാത്ര മെത്തേഡാണ്. തന്മാത്രയിൽ അങ്ങനെ കുറെ വേർഡ്സ് എടുത്തിട്ട് അതിനൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ. ചിൽ എയർ, തോട്ട് ആൻഡ് കോൾ ഇൽ. സോ ചിൽ എയർ, എയർ കൂളാണ്. സോ ഞാൻ ആലോചിച്ചു, ഓഫീസിൽ വിളിച്ചു, ഞാൻ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ മൈൻഡിൽ കിടക്കുന്നത്. അവർ പറയുന്നത് തന്നെ ചില്ലർ തോട്ട് ആൻഡ് കോൾ ഇൻ, ചില്ലർ തോട്ട് ആൻഡ് കോൾ ഇൻ. പക്ഷെ മലയാളത്തിൽ അത് ചിലർ തോട്ടങ്ങളിൽ എന്നാണ്. ചിലർ തോട്ടങ്ങളിൽ ഇതുങ്ങളെ വളർത്തും. അതായിരുന്നു ആ സാധനം. അതുപോലെ കളർ മെറൂൺ തനിഗലൻ, അത് കള്ളന്മാരും പന്നികളും എന്നാണ് വേർഡ്. അപ്പൊ കളർമറും തനിഗലൻ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ നമ്മൾ ആക്ച്വലി അത് കള്ളന്മാരും പന്നികളും എന്നാണ്. പിന്നെ ഉണ്ടായിരുന്നു അങ്ങനെ രസകരം. അത് കേൾക്കുമ്പോൾ ആ സമയത്ത് അവരിത് പറയുമ്പോൾ ബാഹുലേട്ടൻ തന്നെ ചോദിക്കും, ഇതിപ്പോ ഏതാ ഡയലോഗ്, ഞാൻ എഴുതുന്ന സാധനങ്ങൾ ഇതിന്റെ സാധനം ചോദിക്കും. ഞങ്ങൾ ഇതാണ്. അപ്പൊ ബാഹുലേട്ടൻ പറയും ഇത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് കുറെ കോമഡി ആയിരുന്നു അവിടെ സെറ്റില്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. ഹൊണ്ടായി വരുന്നൊക്കെ ഉണ്ടായിരുന്നു കുറെ. രസമായിരുന്നു.
അന്നവിടെ ചെന്നൈയാനേക്കാൾ മാത്രം ഹൊണ്ടായി വരുന്ന ഇന്നമായിരുന്നു അതിന്റെ ചിലയിടങ്ങളിൽ മലയാളം കൂടി പറയും. ആയിരുന്നു. അതായിരുന്നു അത്. അന്നവിടെ ചെന്നൈയാനേക്കാൾ മാത്രം ഹൊണ്ടായി വരുന്ന ഇന്നെ മേയർ ന്യൂ. അങ്ങനെയൊക്കെ രസകരമായിട്ടുള്ള കുറെ ഇത് ഇത് ഒരു എക്കോ ഗെയിം കൊണ്ടുവരാൻ പറ്റിയൊരു സംഭവമാണല്ലോ. അതെ, അങ്ങനെയൊക്കെ ഇവിടെ വരെ എത്തി. ഇത് എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തം ഷൂട്ടും? ആക്ച്വലി ഇവരുള്ള സമയത്താണല്ലോ അഞ്ജലി ഉണ്ടായിട്ടുണ്ടാവും. 45 days ഉണ്ടായിരുന്നു. അവരുടെ ഷൂട്ട് ആക്ച്വലി മെയ് 20th തൊട്ട് ജൂൺ 4th വരെ ആയിരുന്നു. പക്ഷെ നമ്മൾ ഏപ്രിൽ 20th പൂജ, അത് കഴിഞ്ഞ് 24th നമ്മൾ അവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 20th തൊട്ട് ജൂൺ 4th വരെ, ഏപ്രിൽ 20th to ജൂൺ 4th നമ്മൾ അവിടെ ഉണ്ടായിരുന്നു 45 days. അതിനുശേഷമാണ് മലേഷ്യൻ ഷെഡ്യൂൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഉണ്ടായില്ല, അപ്പൊ നമ്മൾ തിരിച്ചു പോകുന്നു. ഫിലിം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ഈ തലയുടെ അകത്ത് ഈ എക്കോ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ഞാനിവിടെ വന്നിട്ട് വീട്ടിലെല്ലാരും പറഞ്ഞ് പറ്റിക്കുമായിരുന്നു. മോളുടെ അടുത്തൊക്കെ ഈ ഭാഷയായി. പിന്നെ അവള് ഇരുന്നത് ക്രാക്കിംഗ് ആയിരുന്നു. ഞാൻ അവളുടെ അടുത്ത് എന്തെങ്കിലും പറയാൻ നേരത്തെ അത് ഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് ആക്കി ക്രാക്ക് ചെയ്ത് വെക്കും. അപ്പൊ അവൾക്ക് നല്ലൊരു രസമായിരുന്നു അത്, കോമഡി ആയിട്ട്. അങ്ങനെ കുറെ ദിവസം ആ ഒരു വൈബിൽ നിന്ന് വിട്ടുപോരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ചേട്ടത്തി ആയിട്ടുള്ള 45 days ഇറ്റ്സ് അൺഫോർഗെറ്റബിൾ. ഒരുപാട് അവിടുത്തെ കൾച്ചറിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കൾച്ചറാണ് മേഘാലയയിൽ. ഇന്ത്യയിൽ ഇങ്ങനൊരു സ്ഥലമുണ്ടോ എന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന ഒരു പ്രത്യേകതരം കൾച്ചറാണ്. അതായത് ഇന്ത്യ എപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നതാണ് മറ്റേ വുമൺ ഫ്രീഡം കിട്ടുന്നില്ല, വുമൺ ഇമ്പോർട്ടൻസ് കിട്ടുന്നില്ല. അത് യു ഷുഡ് ഗോ ആൻഡ് വിസിറ്റ് മേഘാലയ. അവിടെ ഇതൊന്നും അല്ല, അവിടെ മെന്നിനാണ് പ്രശ്നം. അവിടെ ആണുങ്ങളാണ് അനുഭവിക്കുന്നത്. 13 വയസ്സ് കഴിഞ്ഞാൽ വയസ്സറിയിച്ചു കഴിഞ്ഞാൽ ആണുങ്ങൾ വീടിന് പുറത്താണ്. നോപ്പന്തേ എന്ന് പറഞ്ഞൊരു രീതിയിലാണ് പിന്നെ ആണുങ്ങൾ വളരുന്നതെന്നാണ് അവിടെ പറയുന്നത്. ഇപ്പോഴും അത് ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ മേജർ കൾച്ചർ അതാണ്. 13 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളെല്ലാം നോപ്പന്തേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. പിന്നെ അവരവിടെ കൾച്ചർ, അവരവിടെ പല ജോലികൾ പഠിക്കുന്നു, ജീവിക്കുന്നു. കല്യാണം കഴിയുമ്പോഴാണ് ആണുങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ആ ഒരു പെണ്ണിന്റെ വീട്ടിലേക്കാണ് ആണുങ്ങൾ പിന്നെ വരുന്നത് കല്യാണം കഴിഞ്ഞ്. അവിടെ വുമൺ ആണ് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നത്. മറ്റേ മരുമക്കത്തായി അമ്മ വഴി ആ ഒരു രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് എല്ലാം കൈമാറുക. അമ്മയുടെ സ്വത്ത് മകൾക്കുള്ളതാണ്, മകന് ഒരു അവകാശവും ഇല്ല എന്നുള്ള രീതിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് വളരെ വിചിത്രമെങ്കിൽ നമ്മളൊക്കെ ഇവിടെ അവകാശം വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുന്നതെല്ലാം അവിടെ ഓൾറെഡി അതാണ് അവിടെ. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരുപാട് കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരു നാട്ടിൽ നിന്നാണ് അവർ വരുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കിട്ടിയായിരുന്നു. ഷൂട്ട് നടക്കണു. ഓഫ് കോഴ്സ് യു ഹാവ് ബീൻ ടു മെനി സെറ്റ്സ്. ഈ പറഞ്ഞ ആളുകളുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുള്ളതായിരിക്കാം. പക്ഷെ ഷൂട്ടിംഗ് സെറ്റിൽ മറ്റുള്ള ആളുകൾ ലൈക്ക് വിനീത് ഉണ്ട്, അശോക് ഏട്ടനുണ്ട്. സോ ഹൗ വാസ് ദാറ്റ് വർക്കിംഗ് വിത്ത് ഓൾ? പല ഇതുകൾ ഡയലോഗ് പറയുന്ന സമയത്ത് അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെയും കൂടിയുള്ള കോമ്പിനേഷൻ സീൻസ് അല്ലേ? എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയാ, വിനീതേട്ടനെ, അശോക് ഏട്ടനെ, നരേൻ ചേട്ടനെ ഇവരെയൊക്കെ നേരിട്ട് കാണുമ്പോൾ എന്താ പറയാ, സംടൈംസ് ഐ വാസ് സ്പീച്ച്ലെസ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ കുഞ്ഞിലേ തൊട്ട് ടിവിയിലൊക്കെ കണ്ടിട്ടുള്ള ആൾക്കാരാണ് വിനീതേട്ടനും അശോക് ഏട്ടനൊക്കെ. അവരെയൊക്കെ അടുത്ത് പോകുമ്പോൾ എനിക്ക് ആദ്യം സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. എന്തൊക്കെയാലും ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പേടിയാണ്. അപ്പൊ ഷാഫിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അഞ്ജലി നമ്മുടെ ട്രെയിനറാണ്, ആർട്ടിസ്റ്റ് ആണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവർ ആണോ പറയൂ എന്ന് പറഞ്ഞിട്ട് അവർക്ക് പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ജാട ഒന്നുമില്ല. വളരെ സിമ്പിൾ ഡൗൺ ടു എർത്ത് പീപ്പിൾ. വിനീതേട്ടനൊക്കെ എന്താ പറയാ, നമുക്ക് ഇന്ന് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണ് വിനീതേട്ടൻ, നരേൻ ചേട്ടൻ. ഒരു ഭയങ്കര ഡൗൺ ടു എർത്ത് പീപ്പിൾ. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറച്ച് സമയം എനിക്ക് അവരായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്ടായതുള്ളൂ. കാരണം എന്റെ മേജർ ഫോക്കസ് ചേട്ടത്തിയുടെ കൂടിയാണ്. ചേട്ടത്തിന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഡയലോഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇൻ ഫ്രീ ടൈം ഞാൻ അവരായിട്ടും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്, കുറച്ച് സമയം കോൺവെർസേറ്റ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. പിന്നെ സൗരഭ് ജി സെറ്റിൽ വരുമ്പോ തന്നെ നമുക്കിങ്ങനെ എന്താ പറയാ, അത് വേറെ കഥയാ. ഈവൻ ഫോർ ഹിം ഉണ്ടായിരുന്നോ സൗരഭിന്റെ ലാംഗ്വേജിലും യു ആർ ട്രെയിനിങ് ഹിം? നോ, സാറിന് സൗരഭ് ജിക്ക് അങ്ങനെ ഒരു ട്രെയിനറുടെ ആവശ്യമില്ല. ഹി ഹിംസെൽഫ് ഇസ് എ യൂണിവേഴ്സിറ്റി. അദ്ദേഹം വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ട്രെയിനറുടെ ആവശ്യമില്ല. അദ്ദേഹത്തിലേക്ക് ട്രെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാണ്ടായി പോകും. അദ്ദേഹം അവിടെ സെറ്റിൽ വന്ന് നിന്നിട്ട് അദ്ദേഹം ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നിൽക്കുക. ആൾക്ക് ഒരുപാട് ട്രിക്സ് ഉണ്ട്. അതായത് ചില ഡയലോഗ്സ് അദ്ദേഹത്തിന് ഞാൻ ശ്രദ്ധിച്ച കാര്യമാണ്, അദ്ദേഹത്തിന് അത് പ്രൊനൗൺസ് ചെയ്ത് എത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിബുദ്ധിപരമായി അത് ക്യാമറയിൽ നിന്ന് ആ ഫേസിനെ ഹൈഡ് ചെയ്ത്, അദ്ദേഹത്തിന് അറിയാം ദ ട്രിക്ക്, ഹി നോസ് ദ ട്രിക്ക്, എവിടെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് വെൽ നോൺ ആയ ഒരു പേഴ്സൺ ആണ്. ആള് വന്ന് നിന്നിട്ട് ഓരോ ആസ് ആൻ ആക്ടർ, ട്രെയിനർ എന്നുള്ളത് മാറ്റി നിർത്താം, ആസ് ആൻ ആക്ടർ എനിക്ക് ആള് വന്ന് നിൽക്കുക, സെറ്റിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു ഓറയാണ് അവിടെ. അപ്പൊ ഇൻ വിഷ്വൽ അത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ഞാൻ ഔട്ട് കാണാത്തത് കൊണ്ട് തന്നെ അത് ഓൺ സ്ക്രീൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് അറിയില്ല.
പക്ഷേ ഓഫ് സ്ക്രീൻ ഞാനത് ലൈവ് കണ്ട വിറ്റ്നസ് ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണെങ്കിൽ അതേ സെറ്റിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു കുര്യച്ചൻ വൈബ് നമുക്ക് അടിക്കും. ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്, സംബഡി ഈസ് ഹിയർ എന്നുള്ളൊരു ഒരു ഒരു സിംഹം കയറി വരുമ്പോൾ നമുക്കൊരു സൈലൻസ് ഉണ്ടല്ലോ. പുലി വരുമ്പോൾ വേറെ ഫീലാ, ഒരു പേടി സാധനം ഓടുന്നു ചാടുന്നുണ്ട്. സിംഹം വരുമ്പോൾ നമുക്ക് സിംഹം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശാന്തനായിട്ടുള്ള എൻട്രിയാണ്. അവിടെ വന്നിട്ടുള്ള ഒരു സൈലൻസ്, സിംഹം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈലൻസ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു ഇമ്പാക്റ്റ് ആയിരുന്നു. കണ്ണുകൊണ്ടുള്ള എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ട് ആളത് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിന് ഓരോ ഡയലോഗിന്റെ ഇടയിൽ ആളെടുക്കുന്ന ബ്രീത്തിങ് സ്പേസ്, ഇടയിലിടയിൽ ഇടുന്ന പോസുകൾ, ഇതൊക്കെ നമുക്കിങ്ങനെ ആ സെറ്റിൽ നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വിടാൻ പറ്റാത്ത ഫീലായിരുന്നു എനിക്ക്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തായിരുന്നു അദ്ദേഹത്തിന്റെ ആക്ടിങ്. ഇറ്റ് വാസ് വെരി യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. വെരി നൈസ്. അത് ആക്ച്വലി ബിലാസിയുടെ അടുത്ത് ചോദിക്കണം അതിന്റെ ഡബിങ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. കാരണം പുള്ളി അവിടെ കൊടുത്തിട്ടുള്ള ഇതുപോലെ പുള്ളിയുടെ ട്രിക്സ് എന്തൊക്കെയാണെന്ന് കുറെയൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതെ. ബിയാനായിട്ട് കമ്മ്യൂണിക്കേഷൻ പിന്നെ ഉണ്ടാവും. നമ്മള് ഡെയിലി വിളിക്കുന്നുണ്ട്. ആളും പടം കണ്ടിട്ടായില്ല. അപ്പൊ ഇന്നലെയാണ് ആള് മുംബൈയിൽ പോയിട്ട് പടം കണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് ഷീസ് ട്രാവലിംഗ്, അപ്പൊ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർക്കും ഭയങ്കര ഈഗർ ആയിരുന്നു. പിന്നെ അവർ ഭയങ്കര, അവർക്ക് ഈ ഫെയിം ഒക്കെ, അയ്യോ എന്നെ എല്ലാരും തിരിച്ചറിയുന്നു, ഒരു ഒരു എന്താ പറയാ, ഫസ്റ്റ് ടൈം ഷീസ് നോയിങ് സംതിങ്. അപ്പൊ അവരുടെ നാട്ടിലല്ല, ഓ നിങ്ങളിപ്പോ വലിയ സ്റ്റാർ ആയല്ലോ എന്ന് പറഞ്ഞാൽ അവര് സൂപ്പർ സ്റ്റാർ വിളിച്ച് കളിയാക്കുകയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരും പടം കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ ഇവിടുന്ന് എല്ലാ പോസ്റ്റുകളും കാര്യങ്ങളെല്ലാം ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ടെക്നോളജി അധികം യൂസ് ചെയ്യുന്ന ആളല്ല, അപ്പൊ വാട്സപ്പും ഇൻസ്റ്റാഗ്രാം ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഞാനായിട്ടാണ് കുത്തിരുത്തി ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്തത്. അപ്പോഴും വാട്സപ്പിലേക്ക് മെസ്സേജസ് ഒന്നും ഓപ്പൺ ചെയ്ത് പോലും ആളും നോക്കുന്നില്ല. ആളങ്ങനെ നോക്കുന്ന ആളല്ല. അപ്പൊ ഞാൻ മോൾക്ക് അയക്കും, മോളെ കൊണ്ട് നോക്കിക്കുക, അമ്മയോട് നോക്കിക്കുക, ഷീ ഡിസേർവ്സ് ടു നോ ഓൾ ദിസ്, ഷീസ് ബീങ് സെലിബ്രേറ്റഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓരോ പോസ്റ്റ്, അടിയിൽ വരുന്ന കമന്റ്സ്, മ്ലാത്തി ചേട്ടത്തിനെ കുറിച്ചുള്ള ഓരോ കമന്റ്സും ഞാൻ എടുത്ത് അയച്ചു കൊടുക്കും. അതിന്റെ ട്രാൻസ്ലേഷനും പറഞ്ഞു കൊടുക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഷീ ഷുഡ് നോ റൈറ്റ്. ഇവിടെ ഇത്രയും അവരുടെ പെർഫോമൻസ് ഇത്രയും ആക്സെപ്റ്റ് ചെയ്തു എന്ന് അറിയുമ്പോൾ അവര് ഷീ ഡിസേർവ്സ് ടു നോ. അവരുടെ ഫാമിലി, അവരുടെ ഹസ്ബൻഡിന് അയച്ചു കൊടുക്കും, അവരുടെ മോൻ അയച്ചു കൊടുക്കും, അവരുടെ മോൾക്ക് അയച്ചു കൊടുക്കും. എനിക്ക് അവരെല്ലാവരും പരിചയപ്പെടുത്തുന്നായിരുന്നു. നമ്മൾ അവരെല്ലാവരും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയിരുന്നു. അപ്പൊ ഞാൻ എല്ലാവർക്കും എടുത്ത് അയച്ചു കൊടുക്കും, കാണു എന്ന് പറഞ്ഞിട്ട്. ദേ ആർ ഓൾ വെരി എക്സൈറ്റഡ്. ഈ ഫിലിമിൽ മറ്റുള്ള ആളുകള് അഞ്ജലിയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ യു വുഡ് ഹാവ് റീച്ച്ഡ് ഔട്ട് ടു ദം. അപ്പൊ അവരുടെ അടുത്ത് എന്തെങ്കിലും സിനിമയിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക് കിട്ടിയിരുന്നോ? ബാക്കി ക്രൂ ഉണ്ടല്ലോ, ക്രൂ മെമ്പേഴ്സുമായിട്ടെല്ലാം നമ്മൾ കണക്റ്റഡ് ആണ്. അപ്പൊ പടം കണ്ടിട്ട് അവരെല്ലാം പറഞ്ഞുട്ടാ, പണി എടുത്തത് നീ അവിടെ വലിയ പണിയൊന്നും എടുത്തില്ലെങ്കിലും ഇവിടെ പണിയൊക്കെ വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഒരു ചക്ക വീണ് മുയൽ ചത്തിട്ടുണ്ട്. ഞാൻ പടം കാണത്തുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരൊക്കെ വിളിച്ച് കുറെ കളിയാക്കിയിരുന്നു, എന്താ അല്ലേ, എന്തൊക്കെയാ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പടം നന്നായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു നമ്മൾ വിചാരിച്ച പോലെ നമ്മൾ എടുത്ത സ്ട്രെയിൻ മുഴുവനും അത്രയും സ്ട്രഗിൾ ചെയ്തൊരു പടമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും വേഴ്സ്റ്റ് ക്ലൈമറ്റ് ആയിരുന്നു നമുക്കത് ചെയ്യുന്ന സമയത്ത്. കാരണം നമുക്ക് പടം നിർത്താൻ നിവൃത്തിയില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു വീടാണ്, സെറ്റിട്ട വീടാണ്, അതിന് അത്ര ഉറപ്പില്ല. അപ്പൊ 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ നാട്ടിലടിക്കണ പോലെ കാറ്റടിക്കുന്നു നിൽക്കുന്നില്ല, കാറ്റടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്. കൂടെ മഴയും കൂടെ കോടയും. അപ്പൊ ഇത് മൂന്നും കൂടെ ആയിട്ട് ചെളിയിലും നമ്മൾ മുങ്ങി നിൽക്കുക. ഒരു ചെറിയ വീടിനകത്ത് 120ഓളം നമ്മുടെ സെറ്റിൽ ആൾക്കാരുണ്ട്. അത്ര ആൾക്കാർക്ക് അതിനകത്ത് നിൽക്കാനുള്ള ഒരു സ്കോപ്പും ഇല്ല. അപ്പൊ എല്ലാരും പുറത്തിറങ്ങി നിൽക്കുകയാണ്, ചെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ്. കാലത്ത് 6 മണി തൊട്ട് രാത്രി 9 വരെയും നമ്മൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ എന്താ പറയാ, നമുക്ക് അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ലൈറ്റിലെ ചേട്ടന്മാര്, ആർട്ടിലെ ചേട്ടന്മാര്, അവർ പുറത്ത് നിൽക്കുകയാണ് ഈ മഴയത്ത്. ഷാഫിക്ക, ഇവർക്കൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഷാഫിക്ക ഇവരുടെ ഒക്കെ ഒപ്പം പുറത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ പ്രൊഡക്ഷനിലെ ചേട്ടന്മാര് ഫുഡ് ഉണ്ടാക്കി, അവർക്കത് ഫുഡ് കൊടുക്കണ്ടേ, നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ, ഈ മഴയും ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കും നമ്മള്. അപ്പൊ അതൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. അവിടെ ഷെഡ് കെട്ടുന്നുണ്ട്, ഷീറ്റ് കെട്ടുന്നുണ്ട്, നമ്മള് ടെന്റ് അടിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യമില്ല, കാറ്റെടുത്തിട്ട് പോകും. അവർ കെട്ടും, കാറ്റെടുത്തിട്ട് പോകും. അപ്പൊ നമുക്ക് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ആ ലാസ്റ്റ് ഒരു 1 വീക്ക്, മ്ലാത്തി ചേട്ടത്തിന്റെ വീട് ഷൂട്ട് ചെയ്യുന്ന ലാസ്റ്റ് ഒരു 1 വീക്ക് ഏറ്റവും വേഴ്സ്റ്റ് ക്ലൈമറ്റിൽ നിന്നിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് എല്ലാവരും ആ ടീമിൽ വർക്ക് ചെയ്ത ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ഡിസേർവ്സ് എ ബിഗ് ക്ലാപ്പ്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു പടം തിയേറ്ററിൽ വന്നിട്ട് കാണുമ്പോൾ അവരെല്ലാരും വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ എടുത്തത് കഷ്ടപ്പെട്ട് ചെയ്ത പടമാണെങ്കിലും അതിന് അത്രത്തോളം ഇമ്പാക്ട് പടം കൊണ്ട് തന്നിട്ടുണ്ട്. അത് കാണുമ്പോൾ അതിനൊരു തൃപ്തി കിട്ടുന്നുണ്ട്, അത്രത്തോളം ഭയങ്കര രസമായിട്ട്. അപ്പൊ ഇവരെല്ലാരും ഇങ്ങനെയും കൂടെ പറയുമ്പോ എനിക്ക് പടം കാണാത്തതിന്റെ സങ്കടം അത് എത്രയെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പറയുമ്പോഴാണ് അതിന്റെ കിട്ടുന്നത്. പക്ഷെ എപ്പോഴും ഷാഫി ഭായിയെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ആ ഒരു ത്രില്ല് തോന്നുന്നതാണ്. അതായത് എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ അതിനെയൊക്കെ
വളരെ ഐ മീൻ ഈസി എന്ന് നമുക്ക് തോന്നുന്നതാണ് കാഴ്ചക്കാരനുള്ള നിലയ്ക്ക്. പുള്ളി ആ വഞ്ചിയില് ഇത് കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന, ഐ മീൻ കോട്ടും അല്ല, ഒരു റെയിൻ കോട്ട് ഇതിട്ടിരിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ വെതറിന്റെ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. സോ ആ ഒരു ഇൻസ്പിറേഷണൽ ആസ്പെക്ട് ഒന്ന് പറയൂ. അതായത് നമ്മള് ഉം, പതിവായിട്ട് ഒരേ ജോലിക്ക് പോകുമ്പോൾ പോലും നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ പൊളിറ്റിക്സ് ആവാം, അവിടുത്തെ പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ഒരു ക്ലയന്റിന്റെ മെയിൽ ആവാം, ഇപ്പൊ ഒരു കോളേജിലെ ചിലപ്പോ സീനിയേഴ്സിന്റെ അവിടെ നിന്നുള്ള പ്രഷർ ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ഫേസ് ചെയ്യാൻ മടിയാണ്, അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ഇതുപോലെ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങൾ വരുമ്പോ അതെങ്ങനെയാണ്, അതിൽ നിന്നുള്ള ലേണിംഗ് എന്താണ്? അതായത് ഇപ്പൊ ഷാഫിഖിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ഷാഫിഖിനെ പരിചയപ്പെടുന്നത് ആദ്യം ഒരു തെക്കൻ തെല്ലേസ് ഫിലിമിന്റെ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ വെച്ചാണ്. അതിന്റെ ലുക്ക് ടെസ്റ്റ് നോക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാണുന്നതും ഇങ്ങനെ ഒരു മനുഷ്യനുണ്ട്. അപ്പൊ അദ്ദേഹം ഇരുന്നിട്ട് ഹൃദയം സിനിമയുടെ മ്യൂസിക് ലോഞ്ചിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹം വേറെ വലിയൊരാളാണെന്ന് എനിക്കറിയാം. സിനിമ എന്താണെന്ന്, സിനിമയുടെ ഞാൻ സിനിമയെ സീരിയസ് ആയിട്ട് കാണാത്തൊരു സമയത്ത് ആദ്യമായിട്ട് ശരിക്കും ഒരു സീരിയസ് റോളിലേക്ക് വരുന്നത് അതിലാണ്. അപ്പൊ ഇദ്ദേഹം ആരാന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഞാൻ അതിന്റെ അസോസിയേറ്റിന്റെ അടുത്ത് ചോദിച്ചു അത് ആരായിരുന്നു ചോദിച്ചു. അതാണ് ഷാഫി ചെമ്മാഴ, നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ ആണ്. അപ്പൊ ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്നത് എന്താണെന്നുള്ള സൂഫി സുജാതയിൽ എനിക്കറിയാം. അത് സുശീലൻ ചേട്ടനായിരുന്നു. അപ്പോ ശിബു സുശീൽ. അപ്പോ ശിവചേട്ടനായിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ എന്നുള്ള അതിന്റെ വില എന്താണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത് ശരിയാണ്, വിശുദ്ധ മെജോറും ശരിക്കും ഷാഫിക്ക് ആയിരുന്നല്ലോ കൺട്രോളർ. ഞാൻ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, കാരണം ഞാൻ അതിന്റെ ലാസ്റ്റ് ഒരു ദിവസത്തെ ഷൂട്ടിനാണ് എന്റെ സീക്വൻസ് അതിൽ വന്നത്. അപ്പൊ അന്ന് ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന് മുന്നിൽ കൂടെയാണല്ലോ ഞാൻ ഇതിനു മുമ്പ് വർക്ക് ചെയ്തിരുന്നത് തോന്നി. പക്ഷെ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പോ അവിടെ റോഷൻ ചേട്ടനാണ്, റോഷൻ ചിറ്റൂര് ഉണ്ടായിരുന്നു. അപ്പൊ റോഷൻ ചേട്ടനെ അസിസ്റ്റ് ചെയ്തിട്ട് ഷാഫിക്ക ഉള്ളത്. അവിടെ കൺട്രോളർ ആയിരുന്നു, റോഷൻ ചേട്ടൻ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പോ ഷാഫിക്ക അവിടെ നിൽക്കുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോ ഫസ്റ്റ് നോക്കുമ്പോ ആള് ചെറിയൊരു മനുഷ്യനാണ്, വലിപ്പം കൊണ്ട് വളരെ ചെറുതാ. പക്ഷെ അവിടെ നിന്നിട്ട് ഞാൻ കാണുന്നത് 6 അടി പൊക്കമുള്ള മനുഷ്യരുടെ ഇതിങ്ങനെ നിർത്തിയിട്ട് അവർക്ക് ഇങ്ങനെ വടിപോലെ നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ ടെറർ ചെയ്യുന്ന ഒരു ഷാഫിക്ക. അപ്പൊ ഞങ്ങൾ അന്നൊക്കെ പേരിട്ടിരുന്നു ഷാഫിക്ക അത് അൾട്ടിമേറ്റ് ടെറർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ഇപ്പോഴും വിളിക്കും ഷാഫിക്ക അത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞിട്ട്. അന്ന് നമ്മൾ ഭയങ്കര സൗഹൃദമായി കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി ഇദ്ദേഹം ഭയങ്കര സോഫ്റ്റ് ആയ ഒരു പേഴ്സൺ ആണ്. അദ്ദേഹത്തിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംസാരിച്ച് മതി വരില്ല. അത്രയും കഥകളും അത്രയും രസകരമായിട്ട്, അത് ഒരു കഥ പറയാന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് രസകരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ റയർ ആയ ആൾക്കാർക്കേ സാധിക്കുള്ളൂ. ആള് കഥ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് കേൾക്കും. ഭയങ്കര രസമാണ് ഷാഫിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അവിടെ നിന്നോട്ടുള്ള കണക്ഷൻ ആണ്. പിന്നെ ഫേസ് ഓഫ് ദി ഫേസ്ലെസ്സിലെ ഇതുപോലെ എനിക്കൊരു ഓഡിഷൻ തന്നു, എന്നെ വിളിച്ചു, പോയി ചെയ്തു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് വേറൊരു വേർഷൻ ഓഫ് ഷാഫിക്കയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഷാഫിക്കയുടെ ലിമിറ്റേഷൻ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായത്. കാരണം ഷാഫിക്കയ്ക്ക് ലാംഗ്വേജ് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു, ഹിന്ദി എന്നുള്ളത് പുള്ളിക്ക് പ്രശ്നമായിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴും പുള്ളി അവിടെ നിന്നിട്ട് ആംഗ്യ ഭാഷയില് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയൊരു സാധനം, ആംഗ്യ ഭാഷ യൂസ് ചെയ്തിട്ടും 1-2 ഇംഗ്ലീഷ് വാക്കുകൾ യൂസ് ചെയ്തിട്ടും അദ്ദേഹം അവിടെ എക്സിക്യൂട്ട് ചെയ്യാത്ത കാര്യങ്ങളില്ല. അവിടെ എന്ന് വെച്ചാൽ മെജോറിറ്റി ക്രൂ വരുന്നത് ഹാഫ് ക്രൂ ഫ്രം കേരള, ഹാഫ് ക്രൂ ഫ്രം മുംബൈ ആണ്. അപ്പൊ അവിടെ ഓരോരുത്തരായിട്ട് കൺട്രോളർ എന്ന് പറയുന്ന ആൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് ഉണ്ടായിരുന്നു, ലിജു നെട്ടേരി. അപ്പൊ ലിജു ചേട്ടനായാലും ഹിന്ദിക്ക് ഒരു ലിമിറ്റേഷൻ. പുള്ളി എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ സാധാ ബംഗാളികളോട് സംസാരിക്കുന്ന ഹിന്ദിയാണ് പുള്ളിയുടെ ഇത്. നമ്മൾക്കിവിടെ കാംകർ എന്ന് പറയുന്ന സാധനമാണല്ലോ. പക്ഷെ അവിടെ പ്രൊഡ്യൂസറുടെ അടുത്ത് കാംകർ പറയാൻ പറ്റില്ല. അവരോട് പറയുമ്പോൾ കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കണം. അപ്പൊ അത് അവിടെ ഒരു ലിമിറ്റേഷൻ ആയിട്ട് ഷാഫിക്ക് ഫീൽ ചെയ്തു. ലിജു പറഞ്ഞാൽ പ്രൊഡ്യൂസർ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത് എന്നുള്ളൊരു പ്രശ്നം വന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഷാഫിക്ക് ഒരു ദിവസം ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിട്ട് ഇരിക്കണുണ്ട്, ഇത് നാളെ ഷൂട്ട് തുടങ്ങും, എങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു ഞങ്ങളൊക്കെ ഇല്ലേ, അപ്പൊ നിനക്ക് ഹിന്ദി അറിയാം. ഞാൻ പറഞ്ഞു എനിക്ക് ഹിന്ദി അറിയാവുന്നതാണല്ലോ നിങ്ങൾ പടത്തിലേക്ക് എന്നെ വിളിച്ചിരിക്കുന്നത്, അതാ നീ ഒന്ന് പറയാന്ന് ചോദിച്ചു. ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു. അപ്പം മാമിന് ഓക്കെ ആയി, സാന്ദ്ര മാമിന് ഓക്കെ ആയി. അങ്ങനെയാണ് എന്നെ പതുക്കെ പ്രൊഡക്ഷനിലേക്ക് കൂടെ നീ ഒരു കാര്യം ചെയ്യ്, ഫിനാൻസ് ചെയ്യ്, അക്കൗണ്ട്സ് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഷാഫിക്കായിട്ട് കൂടുതൽ അടുക്കും തോറും ഒരു മനുഷ്യൻ ഒരു വർക്കിനെ എത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഒരു വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, 100% കൊടുത്ത ഒരു വർക്കിലേക്ക് നിൽക്കുക. മനസ്സും ശരീരം വേറെ ഒന്നും നോക്കില്ല. ആൾക്ക് റെസ്റ്റ് എടുക്കുക എന്നുള്ളത് ആൾക്ക് സംബന്ധിച്ച് അലർജിയാണ്. 6 മണി എന്ന് പറഞ്ഞൊരു സമയം ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ പോയി കട്ടൻ ചായ വെക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോൾ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, ഞാൻ വേറെ പടങ്ങളിൽ ചെയ്തിട്ടും ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കൺട്രോളേഴ്സ് ഉണ്ട്, അവരെല്ലാം കാര്യങ്ങളെല്ലാം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാം കറക്റ്റ് ആയിട്ട് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് എക്സിക്യൂട്ടീവിനെ കൊണ്ട്, മാനേജറെ കൊണ്ട് വർക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്ത്, എക്സിക്യൂട്ടീവ് മാനേജറിനെയാണ് ഞാൻ കൂടുതൽ ലൊക്കേഷനിൽ കാണാറ്. കൺട്രോളേഴ്സ് വരും, അവിടെ ഇരുന്നിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ്. പക്ഷെ ഷാഫിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഡെലിഗേഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും അവർ കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ഹി മേക്ക് ഷുവർ ദാറ്റ് ഹി ഈസ് ദർ. അത് ഞാൻ അവിടെ ഉണ്ടെങ്കിലാണ് അവരോട് എനിക്ക് ചോദിക്കാൻ പറ്റും നീ എന്താ സമയത്തിന് വരാത്തതെന്ന്.
ഞാൻ അവിടെ ഇരുന്നിട്ട് നീ എന്തിനാ സമയത്തിന് പോവാഞ്ഞേന്ന് എനിക്ക് ചോദിക്കാൻ ഞാൻ പാടില്ല എന്നുള്ളതാണ് ആള് പറയുന്ന ഒരു ഇത്. അത് എനിക്ക് തോന്നുന്നു എന്നെ ലൈക്ക് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലല്ല, ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ എന്നുള്ള നിലയിലല്ല, ഒരു ടീച്ചർ എന്ന നിലയിൽ പോലും എനിക്ക് എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വലിയൊരു ലെസൺ ഞാൻ ഷാഫിക്കയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എവിടെ വർക്ക് ചെയ്യുമ്പോഴും ഷാഫിക്ക എന്ന് പറയുന്ന ഒരു സ്റ്റഡി മെറ്റീരിയൽ ആണ് എനിക്ക്. ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഞാൻ പല ക്ലാസ്സുകളും എടുത്തിട്ടുണ്ട്. അതാണ് എന്റെ റിയാലിറ്റി. ഞാൻ സ്റ്റുഡൻസിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചില വർക്കുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യണം, നമ്മൾ ഒരാളെ ഗൈഡ് ചെയ്യുന്നതിനും നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വേറെ ആളുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ എനിക്കതൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇത് ഈ പടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്ന് വെച്ചാൽ ഒരാൾ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യാൻ പാടില്ല. നമ്മൾ അവരുടെ സ്ട്രഗിൾ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അടിയിന്ന് തുടങ്ങണം. നമ്മൾ എപ്പോഴും ബേസിൽ നിന്ന് പണിതാലേ നമുക്ക് അറിയുള്ളൂ. അവിടെ നമുക്ക് എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് ജിതേഷ് അഞ്ജുബനെ ഉണ്ട്. അപ്പൊ അദ്ദേഹം അവിടെ ബാക്കിയുള്ള കാര്യങ്ങൾ താഴെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. റിനോയ് ചന്ദ്രൻ ഉണ്ട്. റിനോയ് പ്രൊഡക്ഷൻ മാനേജറാണ്. അപ്പൊ റിനോയ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഷാഫിക്കയ്ക്ക് സെറ്റിൽ, പക്ഷെ ഷാഫിക്കയോട് നമ്മൾ എപ്പോഴും ക്യാമറയുടെ പുറകിൽ ഒരാൾ അവിടെ ആവശ്യമാണ്. അവിടെ നമ്മൾ ഉണ്ടാവണം. അവിടെ എന്ത് സംഭവിക്കും നമ്മൾ അറിയണം. നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വേണം. അപ്പൊ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ മിസ് ചെയ്യില്ല. ഞാൻ അവിടെ എനിക്ക് എന്തെങ്കിലും വർക്ക് ഞാൻ വരാന്ന് പറയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷാഫിക്കയുടെ കൂടെ ഒരു വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ. കുറെ പഠിക്കാണ്ട് ഓരോ സെറ്റിൽ നിന്നും ഷാഫിക്കയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ആസ് എ ഹ്യൂമൻ ബീയിങ്. അതായത് ഒരു മനുഷ്യന്റെ എന്താ പറയാ, നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, ഞാൻ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആണ് എന്ന് പറയുന്ന വളരെ പല ആൾക്കാരിൽ നിന്നും കാണാത്ത പല ക്വാളിറ്റീസും ആ മനുഷ്യനിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സാധനത്തിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കാണിച്ചിരുന്ന ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ ഷാഫിഖിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കോൺവെർസേഷൻ തീരില്ല. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അല്ല, തീർച്ചയായിട്ടും ഞാൻ ഓരോന്നും ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. എന്നുവെച്ചാൽ അറിയുന്ന കാര്യങ്ങൾ, അതായത് ഇദ്ദേഹം ഓരോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണതിന്റെ ഒരു ബ്യൂട്ടി, അതായത് ഇപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത് അങ്ങനെയല്ലല്ലോ. എന്തൊക്കെ പ്രതിസന്ധികൾ വരാം. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നൂറുകണക്കിന് ആളുകൾ അവരുടെ ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഫൈനൽ ഔട്ട്പുട്ട് വരാനായിട്ടുള്ള സംഭവങ്ങളിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ അതിനിടയ്ക്ക് എത്രയോ കാര്യങ്ങൾ. സോ ഇറ്റ്സ് ലൈക്ക് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒട്ടും കുറച്ചല്ല. സോ അതെ. വെരി ഇൻട്രസ്റ്റിംഗ്. ഇനി അടുത്ത പ്രൊജക്ട്സ് എന്തൊക്കെയാ അഞ്ജലിയുടെ? അടുത്ത പ്രൊജക്ടുകളെല്ലാം ഡിസ്കഷനിലാണ്. ഒന്നും ഓൺ ആയിട്ടില്ല. ഓൺ ഡിസ്കഷൻ ഗോയിങ് ഓൺ. അപ്പൊ എനിക്കൊന്നും പറയാൻ പറ്റില്ല അവസ്ഥയിലല്ല. ശരിക്കും എന്തിലാ കോൺസെൻട്രേറ്റ് ചെയ്യണം? ആക്ടിങ്ങിലാണോ പ്രൊഡക്ഷനിലാണോ? ആസ് എ എനിക്ക് ആക്ടിങ് ആണ് എപ്പോഴും ഫസ്റ്റ് തിങ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആക്ഷനും കട്ടിനും ഇടയിൽ മറ്റൊരാളായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് ആദ്യമൊന്നും എനിക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് അറിയില്ലായിരുന്നു. പക്ഷെ ഇവൻ തെക്കൻ തെല്ലേസ് തൊട്ടാണ്, ട്രൂലി പറഞ്ഞാൽ തെക്കൻ തെല്ലേസ് തൊട്ടാണ് ശ്രീതേട്ടനും ഒക്കെ മധുചേട്ടനും ഒക്കെ ഉള്ള ഒരു തെക്കൻ തെല്ലേസിന്റെ സെറ്റ് തൊട്ടാണ് ആക്ച്വലി ചന്ദ്രികയായിട്ട് മാറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കുറച്ച് സെക്കൻഡേക്ക് നമ്മൾ വേറൊരാളായിട്ട് മാറാം. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആവില്ല, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് പോവില്ലല്ലോ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാളാവില്ലല്ലോ. പക്ഷെ ഞാൻ ആ ഒരു മൊമെന്റിൽ അപ്പൊ അത് വേറൊരു സംഭവം. അയാളുടെ തോട്ടിൽ നിൽക്കുക, അയാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, അയാളുടെ ലൈഫ് എന്തായിരിക്കും, അയാളുടെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, ഇതൊക്കെ ആസ് എൻ ആക്ടർ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഒരാൾ നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ല. ഈ സെക്കൻഡിന് തൊട്ടുമ്പോ അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്തായിരിക്കാം, അയാളുടെ ലൈഫ് എന്തായിരിക്കാം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. ഒരു ആക്ടർ നമ്മൾ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ സാധനമാണ്. അപ്പൊ എനിക്ക് എപ്പോഴും ആക്ടിങ് ചെയ്യണം അല്ലെങ്കിൽ ആക്ട്രസ് ആയിട്ട് നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ലക്ലി ബിക്കോസ് ഓഫ് ഷാഫിക ഒബ്വിയസ്ലി ഐ ഗോട്ട് എക്സ്പോഷർ ടു പ്രൊഡക്ഷൻ ഓൾസോ. അപ്പൊ അത് ചെയ്യുമ്പോഴാണ് സിനിമയുടെ മുൻനിരയിൽ ഇത്രയും ആൾക്കാർ നിൽക്കുന്നു, അറ്റൻഷൻ കിട്ടുന്നത് ഫുൾ ആക്ടേഴ്സിനാണ് എങ്കിലും റിയൽ വർക്ക് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ വരുന്ന ഒരു ലെവൽ ഏതാണ്? അതായത് ഒരു ക്യാമറാമാന് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെങ്കിലും അവിടെ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് സ്പോട്ടിൽ ലൈറ്റ് ഇവിടെ നിന്ന് എടുത്ത് അവിടെ കൊണ്ട് വെച്ച് അത് മറ്റേ ടേപ്പ് ഒട്ടിച്ച് ബ്ലാക്ക് ഷീറ്റ് ഒട്ടിച്ച് കറക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലൈറ്റ് ബോയ് വേണം. ആ ലൈറ്റ് ബോയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അല്ലെങ്കിൽ അവിടെ ബാക്കിൽ ഇവരെല്ലാവരും ഇതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ദാഹിക്കുമ്പോൾ കൃത്യസമയത്ത് വെള്ളം വേണമെങ്കിൽ അവിടെ സ്പോട്ട് ബോയ് വേണം. ആ സ്പോട്ട് ബോയുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ഓരോ സെക്കൻഡിലും കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തുകൊണ്ട് കോസ്റ്റ്യൂമറും മേക്കപ്പ് ഹെയർ ഡ്രസ്സറും അവിടെ വേണം. ടച്ചപ്പ് കൊടുത്ത് അവരെ ഫ്രഷ് ആയിട്ട് ക്യാരക്ടർ എപ്പോഴും റിമെയിൻ ചെയ്യിക്കാൻ അവർ ഓരോരുത്തരും ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ എന്താണ്? ഒരു പ്രൊഡക്ഷൻ മാനേജർ അല്ലെങ്കിൽ ഒരു എന്താ പറയാ നമ്മുടെ ബാബു ചേട്ടനെ പോലെ ഒരു പ്രൊഡക്ഷൻ ഹെഡ് ചെയ്യുന്നത് എന്താണ്? എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ന് ഇത് വേണം, അത് തൃപ്തി വേണം. ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ കൃത്യസമയത്ത് ഭക്ഷണം എത്തിക്കുക, റൂമിലേക്ക് എത്തിക്കുക, അത് കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുക,
ഇതൊക്കെ ഞാൻ പഠിക്കുന്നത് ഷാഫിക്കയുടെ കൂടെ പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ആക്ടറായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ചെല്ലുക, കാലത്ത് ചെയ്യുക, മേക്കപ്പ് ചെയ്യുക, ഇവിടെ ഇങ്ങനെ മറ്റേ കോസ്റ്റ്യൂം അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ ഉള്ളൂ. പിന്നെ കൂടെ വർക്ക് ചെയ്യുന്ന കോ ആക്ടേഴ്സുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കാൻ പറ്റും. പക്ഷെ ബാക്കിൽ വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് പഠിക്കാം, ഒരുപാട് ഇന്ററാക്ട് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പൊ എനിക്ക് അത് ഭയങ്കര ഇഷ്ടം തോന്നി. ഇപ്പൊ വോയിസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറിനെ കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്ത് അതിനെ കൺവേർട്ട് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും ഒരു അപ്രിസിയേഷനും കിട്ടുമ്പോൾ എനിക്ക് ഇതും ചെയ്യാനും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ഷൻ ചെയ്യാനുള്ള അറിവ് എനിക്കില്ല, അതിനുള്ള ബുദ്ധിയോ അതിനുള്ള സാമർഥ്യമോ എനിക്ക് ഒരിക്കലും ഇല്ല. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവോ എനിക്കില്ല. അപ്പൊ ക്യാമറ ടെക്നിക്കൽ നോളജ് എനിക്കറിയില്ല, സൗണ്ട് ടെക്നിക്ക് അതൊന്നും എനിക്കറിയില്ല. അപ്പൊ ടെക്നിക്കൽ സൈഡിലേക്ക് പോകാതെ ഇതിന്റെ മാനേജ്മെന്റ് സൈഡിലും ഇതിന്റെ ആക്ടിങ് സൈഡിലും ഇതിന്റെ മറ്റ് സപ്പോർട്ടിങ് സൈഡുകളിലെല്ലാം ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ഷൻ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന എല്ലാ മേഖലയിലും സിനിമയിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ആസ് എ ഹ്യൂമൻ ബീയിങ് ഇപ്പൊ എന്റെ ആഗ്രഹം. ഞാനത് പറയുമ്പോൾ ആലോചിക്കായിരുന്നു, യൂണിവേഴ്സിറ്റിയിൽ പോയി ഗ്രാജുവേഷൻ ആവുമ്പോഴേക്കും എല്ലാ മേഖലകളും പഠിച്ചെടുത്തു. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. അറ്റ് ദ സെയിം ടൈം അതിൽ കാണിക്കുന്ന താല്പര്യമാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോ ദാറ്റ് ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാട്ടുപോകുന്നതാണെങ്കിൽ കാറ്റ് വിസിലടിക്കുന്ന സ്ഥലം, കരഞ്ഞാൽ പോലും ആരും കേൾക്കുക. ആളുകൾ തിരിച്ചറിഞ്ഞ ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ, ഒപ്പം അഭിനയവും നടക്കട്ടെ, ആ കാര്യങ്ങളും എല്ലാം ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാ ആശംസകളും അഞ്ജലി. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നതിന് ഒരുപാട് സന്തോഷം.